നമസ്തേ. ഗാന്ധി വധത്തെ തുടർന്ന് നിരോധിക്കപ്പെട്ട RSSനും വധഗൂഢാലോചനയിൽ വിചാരണ നേരിട്ട VD സവർക്കർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ പിതൃത്വം ചാർത്തിക്കൊടുക്കാനുള്ള ശ്രമം ചരിത്ര നിഷേധമാണ്. ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്തവരെ മഹത്വവൽക്കരിക്കാൻ സ്വാതന്ത്ര്യദിനം തന്നെ തിരഞ്ഞെടുത്തത് സ്വാതന്ത്ര്യ സമരത്തെ അപമാനിക്കാനാണ്. ഈ അപഹാസ്യ നടപടികൾ കൊണ്ടൊന്നും RSSനെ പോലെ വിഭജന രാഷ്ട്രീയത്തിൻ്റെ വിഷലിപ്തമായ ചരിത്രമുള്ള വർഗീയ സംഘടനയെ വെള്ളപൂശാനാവില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിന പ്രസംഗത്തെ RSSനെ മഹത്വപ്പെടുത്താൻ ഉപയോഗിച്ചത് ആ ദിനത്തെ തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസാ കാർഡിൽ മഹാത്മാഗാന്ധിക്ക് മുകളിൽ VD സവർക്കറെ പ്രതിഷ്ഠിച്ചത് കൂട്ടിവായിക്കുമ്പോൾ വിപുലമായ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇതൊക്കെ എന്നാണ് തെളിയുന്നത്. സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ ഭയപ്പെടുന്നവരുടെ വെപ്രാളമാണ് പ്രകടമാകുന്നത്. CPM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ്റെ പ്രസ്താവനയിലെ പരാമർശങ്ങൾ ഇങ്ങനെ നീളുന്നു. ജനഡിബേറ്റ് ഈ വിഷയമാണ് ഇന്ന് പരിശോധിക്കുന്നത്. വീർ സവർക്കറിൽ ഇവർ വിരളി പിടിക്കുന്നത് എന്തിനാണ്? ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ RV ബാബു, BJP വക്താവ് അഡ്വക്കേറ്റ് നിബിൻ കൃഷ്ണൻ, കോൺഗ്രസ് വക്താവ് പ്രൊഫസർ റോണി K ബേബി എന്നിവർ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു, ഒപ്പം പ്രേക്ഷകരെയും. ശ്രീ RV ബാബു, RSSും സവർക്കറും ഇതാദ്യമായല്ല ആക്രമിക്കപ്പെടുന്നതാണ്. സംഘത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുന്ന വേളയിൽ ഈ ആക്രമണത്തിൻ്റെ മൂർച്ച കൂട്ടാൻ മത്സരിക്കുകയാണ് കോൺഗ്രസും CPMഉം. പെട്ടെന്നുള്ള പ്രകോപനത്തിന് ആധാരം പ്രധാനമന്ത്രിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലെ 2 മിനിറ്റ് ദൈർഘ്യമുള്ള RSS പരാമർശമാണ്. വീർ സവർക്കറെ ഗാന്ധിജിയോട് ചേർത്ത് വെച്ചതും ഇവരെ അസ്വസ്ഥരാക്കുന്നു. ചരിത്രമറിയാത്തവരുടെ പുലമ്പലായി ഇത്തരം വിമർശനങ്ങളെ കണ്ടാൽ മതിയോ? അങ്ങനെയല്ല, ഇത് കേവലം പുലമ്പലല്ല, ആസൂത്രിതമായ ഒരു പ്രചരണമാണ്. പ്രചരണം നമ്മൾ എത്ര മറുപടി പറഞ്ഞാലും തുടർന്നുകൊണ്ടിരിക്കും. കാരണം അവരുദ്ദേശിക്കുന്നത് അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ സ്വാതന്ത്ര്യദിന പ്രഭാഷണത്തിൽ RSSനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു എന്നാണ് ഒരു ആക്ഷേപം. നമുക്കറിയാം, RSSൻ്റെ 100 വർഷം പൂർത്തിയാകുന്ന ഒരു കാലയളവാണിത്. RSS 1925 തുടങ്ങി. 2025 അതിൻ്റെ ശതാബ്ദി ആഘോഷത്തിന് തുടക്കം കുറിക്കുകയാണ്. അടുത്ത 26 വിജയദശമി കാലം വരെ ആ ശതാബ്ദി ആഘോഷം നീളും. അപ്പോൾ 100 വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടന, അത് ഭാരതത്തിൽ പിളരാതെ ശക്തമായിട്ട് അത് തുടങ്ങിയ കാലത്തിൽ ഓരോ ദിവസവും ചെല്ലുന്തോറും ശക്തി പ്രാപിച്ച് ഇന്ന് ഭാരതത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും ലോകത്ത് നിരവധി രാജ്യങ്ങളിലടക്കം പ്രവർത്തന സജ്ജമായിട്ടുള്ള ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു ഗവൺമെൻറ്റേതര സർവീസ് സംഘടന എന്ന് പറയാവുന്ന ഒരു സംഘടന. ആ സംഘടനയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം അഥവാ RSS. അപ്പോൾ RSSനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ വെച്ച് പ്രശംസിച്ചു എന്ന് പറയുമ്പോൾ അതിലെന്തോ അസ്വാഭാവികതയുണ്ട് എന്നൊക്കെ തോന്നുന്നവർ അതവരുടെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ RSSനെ പുകഴ്ത്തിയിട്ടുള്ള മഹാന്മാരുടെ നമുക്ക് അങ്ങനെ നോക്കിയാൽ മഹാത്മാഗാന്ധിജി RSSനെ പുകഴ്ത്തിയിട്ടുള്ള ആളാണ്. മഹാത്മാഗാന്ധിജി വധിക്കപ്പെടുന്നതിന് 3 മാസം മുൻപ്, ഇപ്പോൾ ഗാന്ധിയെ കൊന്നത് RSS ആണെന്നൊക്കെ പറയുമല്ലോ, ഗാന്ധി വധിക്കപ്പെടുന്നതിന് കേവലം 3 മാസങ്ങൾക്ക് മുൻപ് സെപ്റ്റംബർ 16-ാം തീയതി മഹാത്മാഗാന്ധിജി ഡൽഹിയിലെ ബംഗി കോളനിയിൽ പങ്കെടുത്തു. ബംഗി കോളനി എന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സ്വീപ്പേഴ്സിൻ്റെ കോളനിയാണത്. ആ ബംഗി കോളനിയിലെ RSS ശാഖയിൽ പങ്കെടുത്ത ഒരു 500ഓളം പേര് പങ്കെടുത്ത ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹം അന്ന് RSSനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു. അദ്ദേഹം അന്ന് എടുത്തു പറഞ്ഞത് 1936 ജമൻലാൽ ബജാജിനോടൊപ്പം RSSന്റെ സ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ ജീവിച്ചിരുന്ന സമയത്ത് വാർധ ക്യാമ്പിൽ പോയ അനുഭവം വിവരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് വാർധയിൽ പോകുമ്പോൾ RSSന്റെ പ്രവർത്തകർ ഒരുമിച്ചിരുന്ന് ഗാന്ധിയുമായിട്ട് സംസാരിക്കുന്നു. ഗാന്ധി അവരോട് പേര് ചോദിക്കുന്നു, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവരാണ്? ഗാന്ധിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നു ഈ RSSൽ വരുന്നവരിൽ
എല്ലാ വിഭാഗക്കാരും ഉണ്ടോ എന്നറിയണം എന്നാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അവരാരും അവരുടെ ജാതി പറയാൻ തയ്യാറായില്ല. അവർ പരസ്പരം ജാതി പറയുകയോ ചോദിക്കുകയോ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായില്ല. അവിടെ അൺടച്ചബിലിറ്റി ഉണ്ടായില്ല. അപ്പോൾ ഗാന്ധി ആ കാര്യം എടുത്തു പറഞ്ഞുകൊണ്ട് 1947 സെപ്റ്റംബർ മാസം 16 അന്നത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം സംസാരിച്ചു. ഞാൻ RSSന്റെ ഈ അൺടച്ചബിലിറ്റി, അതേപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള പെരുമാറ്റം, ഇതിലൊക്കെ ഞാൻ വളരെ ആകൃഷ്ടനായിട്ടുണ്ട് എന്ന് പറഞ്ഞ് RSSനെ പുകഴ്ത്തിയ ആള് അത് മഹാത്മാഗാന്ധിജിയാണ്. 1947 കംപ്ലീറ്റ് സോഴ്സിൽ അത് കൊടുത്തിട്ടുണ്ട്. വോള്യം 96 നിങ്ങൾക്കത് കാണാം. വോള്യം 96 ഗാന്ധിജി RSS ശാഖയിൽ പോയി പങ്കെടുത്തതിനെ സംബന്ധിച്ചുള്ള ആ വിവരം കംപ്ലീറ്റ് സോഴ്സർ മഹാത്മാഗാന്ധിജി വോള്യം 96 നിങ്ങൾക്കത് വായിക്കാം. അപ്പോൾ മഹാത്മാഗാന്ധി മുതൽ RSSനെ പുകഴ്ത്തിയിട്ടുണ്ട്. മഹാത്മാഗാന്ധി മാത്രമല്ല, ഗാന്ധിയന്മാരായിട്ടുള്ള നിരവധി ആളുകൾ, ജയപ്രകാശ് നാരായണൻ, വിനോബ ഭാവെ, അതേപോലുള്ള നിരവധി ആളുകൾ, KM മുൻഷി, അതേപോലുള്ള ആളുകൾ, കോൺഗ്രസിന്റെ പ്രസിഡന്റായിരുന്നു ഏറെക്കാലം മദൻ മോഹൻ മാളവ്യ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന അദ്ദേഹം ഇപ്പൊ MMM മദൻ മോഹൻ മാളവ്യ, അദ്ദേഹം മണി മേക്കിംഗ് മിഷൻ എന്ന പേര് കൂടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതിന്റെ കാരണം അദ്ദേഹമാണ് ബനാറസ് ഹിന്ദു സർവകലാശാല സ്ഥാപിച്ചത്. അത്ര വലിയ സാമ്പത്തിക സമാഹരണം നടത്തിയിട്ട് സ്ഥാപിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ പേരിന് സമാനമായിട്ട് മണി മേക്കിംഗ് മിഷൻ. അദ്ദേഹം RSSന്റെ സ്ഥാപകനോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള, നിങ്ങളുടെ വോളണ്ടിയേഴ്സിന് ആവശ്യമുള്ള യൂണിഫോം മുഴുവൻ ഞാൻ തരാം. അപ്പോൾ അന്ന് ഡോക്ടർജി പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യം യൂണിഫോം മേടിച്ചു തരലല്ല, അങ്ങയെ പോലുള്ള വ്യക്തികളെയാണ് ഞങ്ങൾക്ക് ആവശ്യം എന്ന് മറുപടി കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, RSSനെ പുകഴ്ത്തിയിട്ടുള്ളത് ഇപ്പൊ നരേന്ദ്രമോദിയല്ല, RSSനെ പുകഴ്ത്തിയിട്ടുള്ള മഹാന്മാർ ഒട്ടനവധി ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, കേരളത്തിൽ ഗാന്ധിയൻ എന്ന പേരിൽ അറിയപ്പെടുന്ന, ഏറ്റവും കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജി RSSന്റെ വേദികളിൽ വരിക മാത്രമല്ല, RSSനെ പുകഴ്ത്തി എത്രയോ വട്ടം സംസാരിച്ചു. RSSന്റെ മറ്റേ പരിപാടികളിൽ പങ്കെടുത്തു. ഇപ്പോ മലപ്പുറം മലപ്പുറത്തെ തളി ക്ഷേത്ര സമരത്തിന് നേതൃത്വം കൊടുത്തത് കേളപ്പജിയായിരുന്നു. കേളപ്പജിയെ EMS ജയിലിലടക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ VT ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻ, ഇതേപോലുള്ള എത്രയെത്രയോ R ശങ്കർ, ഇതേപോലുള്ള എത്രയെത്രയോ ആളുകൾ RSSനെ പുകഴ്ത്തുകയും RSSനെ അവടൊപ്പം സഞ്ചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നരേന്ദ്രമോദി മാത്രമല്ല, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്കറിയാം, സുപ്രീം കോടതി ജസ്റ്റിസ് ആയിരുന്ന KT തോമസ് പറഞ്ഞത് RSS നമ്മുടെ രാജ്യത്തിന്റെ 4ാമത്തെ സേനാ വ്യൂഹമാണ് എന്ന് പറയണ്ടായി. അപ്പോൾ ഇങ്ങനെ RSSന്റെ കുറിച്ച് ഒരുപാട് ആളുകൾ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയന് മനസ്സിലാകാത്തതുകൊണ്ടല്ല, പിണറായി വിജയൻ അസൂയാണ് ആ കാര്യത്തിൽ. കാരണം RSS ഇന്ന് രാജ്യത്ത് ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി RSSനെ കുറിച്ച് പറഞ്ഞതിൽ ഒരു അസ്വാഭാവികതയില്ല, അതിൽ യാതൊരു തെറ്റുമില്ല. ഇനി ഒന്നാമത്തെ കാര്യം. 2, RSS സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്ഥാനത്തെ അത് ഒറ്റുകാരായി പ്രവർത്തിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ടത്, RSS ഒറ്റുകാരായി പ്രവർത്തിച്ചു എന്ന്. ഞാൻ പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ്. RSS സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തു എന്ന് പറയാവുന്ന ഒരു രേഖ ചൂണ്ടിക്കാണിക്കാൻ പിണറായി വിജയന് കഴിയുമെങ്കിൽ, പിണറായി വിജയൻ വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാര് ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഞാൻ അവരെ വെല്ലുവിളിക്കുകയാണ്. നമുക്കൊരു പരസ്യ സംവാദത്തിന് തയ്യാറാവാം. RSS ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിന്റെ എന്തെങ്കിലും ഒരു രേഖ, RSS ബ്രിട്ടീഷുകാരുമായി നടത്തിയ കത്തിടപാടുകളുടെ ഒരു രേഖ, സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതുമായി ബന്ധപ്പെട്ട ഒരു രേഖ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ വെല്ലുവിളിക്കുക. ഉണ്ടോ? ഇല്ല. എന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുത്തിട്ടുള്ളൊരു ആളുകളാണ് RSSകാർ. സംഘടന പങ്കെടുത്തിട്ടില്ല. കാരണം RSS ഒരു സമരത്തിലും നാളുവരെ പങ്കെടുത്തിട്ടില്ല. RSSന്റെ സ്വഭാവം അതൊരു സമര സംഘടനയല്ല. RSS ഇപ്പോൾ ഏറ്റവും പ്രക്ഷുബ്ധമായ പ്രക്ഷോഭമായിരുന്നു, അല്ലെങ്കിൽ പ്രക്ഷോഭമായിരുന്നല്ലോ നമ്മുടെ രാമജന്മഭൂമി പ്രക്ഷോഭം. നടത്തിയത് RSS ആയിരുന്നോ? എന്നാൽ RSSകാരായിരുന്നു, RSS ആയിരുന്നില്ല. അതിന് വേറെ പേരുണ്ടായിരുന്നു. അടിയന്തരാവസ്ഥ വിരുദ്ധ പ്രക്ഷോഭം നടത്തിയത് RSS ആയിരുന്നില്ല, അതിന് വേറെ പേരുണ്ടായിരുന്നു, ലോക സംഘർഷ സമിതി എന്ന പേരുണ്ടായിരുന്നു. അപ്പോൾ RSS ഒരിക്കലും സമരത്തിന് പോയിട്ടില്ല. പക്ഷേ RSSകാർ സമരത്തിന് പോയി. ഡോക്ടർ ഹെഡ്ഗേവാർ അറസ്റ്റ് ചെയ്യപ്പെട്ട് 1930 ഉപ്പ് സത്യാഗ്രഹത്തിന് സമാന്തരമായി ജംഗിൾ സത്യാഗ്രഹം മഹാരാഷ്ട്രയിൽ നടന്നപ്പോൾ 2 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ടു. എത്രയോ ഉദാഹരണങ്ങൾ. ഇനി ഇവർ പറയുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലത്ത് ആ വാർത്തയിൽ, അതായത് രാംടെക്കിൽ മഹാരാഷ്ട്രയിൽ അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അഷ്ടിച്ചിമൂർ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ഭാഗമായിട്ട് RSS പ്രവർത്തകർ നടത്തിയ സമരത്തിൽ പോലീസ് വെടിവെപ്പുണ്ടായി, അക്രമമുണ്ടായി, 6 ഇംഗ്ലീഷുകാർ കൊല്ലപ്പെട്ടു.
നിരവധി RSS പ്രവർത്തകർക്ക് പരിക്കേറ്റു. RK ദേശ്പാണ്ഡെ എന്ന് പറയുന്ന RSSന്റെ നേതാവ്, അദ്ദേഹത്തിന് തൂക്കുമരം വിധിക്കപ്പെട്ടു. അദ്ദേഹം തൂക്കുമരത്തിൽ ഏറേണ്ടി വന്നില്ല. പിന്നീട് അദ്ദേഹം നേതൃത്വം കൊടുത്ത് തുടങ്ങിയ പ്രസ്ഥാനമാണ് വനവാസി കല്യാണാശ്രമം. അദ്ദേഹം വനവാസി കല്യാണാശ്രമത്തിന്റെ നേതാവായിരുന്നു പിൽക്കാലത്ത്. ഇതെല്ലാം ചരിത്രമാണ്. പക്ഷെ ഈ ചരിത്രമൊക്കെ മൂടി വെച്ചു. ഇതൊന്നും ചരിത്രമല്ലാതാക്കി മാറ്റി. RSSകാരുടെ പ്രവർത്തനത്തെ നിരീക്ഷിക്കാൻ ബ്രിട്ടീഷ് പോലീസുകാർ നടക്കുകയും അവർ നടത്തിയ പ്രസംഗങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതിന് നിരവധി ചരിത്രരേഖകൾ എൻ്റെ കയ്യിലുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ അടുത്ത അവസരത്തിൽ ഞാൻ ഉദ്ധരിക്കാം. ബ്രിട്ടീഷ് ഫയലുകളിൽ സൂക്ഷിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ഇന്ത്യൻ ആർക്കൈവ്സിൽ ലഭ്യമായിട്ടുള്ള കാര്യങ്ങൾ, RSSകാർ നടത്തിയ പ്രസംഗങ്ങൾ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി നടത്തിയ പ്രസംഗങ്ങൾ, അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, അവരുടെ ക്യാമ്പുകളിൽ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം സസൂക്ഷ്മം ഫയലുകളായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ ആർക്കൈവ്സിൽ. അപ്പൊ ഇതെല്ലാം ചരിത്രമാണ്. ഞാനപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ പിണറായി വിജയന്റെ പാർട്ടിയായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്താണ്? ആ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ മഹാത്മാഗാന്ധിജി ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാജ്യസ്നേഹത്തെ ചോദ്യം ചെയ്തിട്ടുള്ളൂ. ഒരേ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ രാജ്യസ്നേഹത്തെ. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി PC ജോഷിക്ക് ഗാന്ധിജി 1944 കത്തെഴുതി. 44 കത്തെഴുതി. എന്താ കാര്യം എന്നറിയാം? 1942 നടന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം ഒറ്റുകൊടുത്തു എന്നുള്ള പരാതി, ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുത്തു എന്നുള്ള പരാതി വ്യാപകമായി ഉണ്ടായി. ഒരുപാട് പരാതികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെ കുറിച്ചുണ്ടായി, പാർട്ടിയെ കുറിച്ചുണ്ടായി. ഗാന്ധിജി ആ പരാതികളൊക്കെ അന്വേഷിക്കാൻ ബുലേബായ് ദേശ് എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു. അദ്ദേഹം അന്വേഷിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു AICC-ക്ക്. AICC ആ റിപ്പോർട്ട് പഠിക്കാൻ വേണ്ടി 3 അംഗ ഉപസമിതിയെ നിശ്ചയിച്ചു. ആ സമിതിയിൽ ആരൊക്കെ ഉണ്ടായിരുന്നറിയാമോ? ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, JB പന്ത്. ഈ 3 പേരുടെ ഉപസമിതി ആ റിപ്പോർട്ട് പഠിച്ച് അവർ കണ്ടെത്തി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുമായി സഹകരിച്ചു. കോൺഗ്രസ് നേതാക്കന്മാരെ അടക്കം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര സേനാനികളെ ബ്രിട്ടീഷുകാർക്ക് ഒറ്റുകൊടുക്കാൻ നേതൃത്വം കൊടുത്തു എന്നവർ കണ്ടെത്തി. അതിന് മറുപടിയായിട്ടൊക്കെ പറയുന്നുണ്ട്. PC ജോഷിയുടെ മറുപടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്ത ചരിത്രം, ബ്രിട്ടീഷുകാരുടെ കാശ് വാങ്ങി ബ്രിട്ടീഷുകാർക്ക് പാദസേവ ചെയ്ത് 5ാം പത്തികളായി പ്രവർത്തിച്ച ചരിത്രം, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമാണ്. 1942 ഏപ്രിൽ മാസത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം പിൻവലിച്ചു. എന്തിന്റെ പേരിലായിരുന്നു പിൻവലിച്ചത്? ബ്രിട്ടീഷ് സർക്കാർ പിൻവലിച്ചു എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ മുഴുവൻ ജയിലിൽ നിന്ന് തുറന്നു വിട്ടു. എന്തിന്റെ പേരിലാണ് തുറന്നു വിട്ടത്? എന്തിന്റെ പേരിലായിരുന്നു? ഞങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിന്റെ യുദ്ധത്തെ പരിപൂർണമായി പിന്തുണയ്ക്കാം. കാരണം സോവിയറ്റ് യൂണിയൻ ബ്രിട്ടനോടൊപ്പം ചേർന്നു. സാമ്രാജ്യത്വ യുദ്ധം ജനകീയ യുദ്ധമായി. തുടർന്ന് പാർട്ടിയുടെ നിലപാട് മാറി. ഇതെല്ലാം ചരിത്രമാണ്. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. നമുക്ക് ഈ ഒരു 1.5 മണിക്കൂർ ചർച്ചയിൽ നിന്ന് മുഴുവൻ പറയാൻ പറ്റില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ചരിത്രത്തില് 5ാം പത്തിയുടെ പണിയെടുത്തിട്ടുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് 1950 വരെ അംഗീകരിക്കാത്ത പാർട്ടി. എന്തിന്? ആദ്യത്തെ ഗവൺമെന്റിനെ സായുധ സമരം ഉപയോഗിച്ച് അട്ടിമറിക്കാൻ ശ്രമിച്ച പാർട്ടി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, സായുധ വിപ്ലവത്തിലൂടെ പിടിച്ചടക്കാം എന്ന് പറഞ്ഞ് 1948 കൽക്കട്ട തീസീസ് അവതരിപ്പിച്ച പാർട്ടി. അങ്ങനെ കൽക്കട്ട തീസീസിലൂടെ രാജ്യത്ത് അട്ടിമറി സമരങ്ങൾ നടത്തി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച പാർട്ടി. ആ പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തിൽ RSSകാർ ഒറ്റുകാരായിരുന്നു എന്ന് പറയുന്നത്. അത് അങ്ങേയറ്റം ചരിത്ര നിഷേധമാണ്, വസ്തുതാ വിരുദ്ധമാണ്, അസത്യ പ്രചാരണമാണ്, നുണപ്രചാരണമാണ് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തതിൻ്റെ ചരിത്രം പേറുന്ന ഒരു പാർട്ടി എന്നുള്ളത് ചരിത്രരേഖകൾ അതിൻ്റെ തെളിവുകളായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അനിൽ നമ്പ്യാർ, പിണറായി വിജയൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് മറുപടിയുണ്ട്. നിങ്ങൾ സമയത്തിനനുസരിച്ചുണ്ടെങ്കിൽ അടുത്തതിലേക്ക് ഞാൻ കടക്കാം, അല്ലെങ്കിൽ അടുത്ത വട്ടത്തിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ പോകാം. യെസ്, പ്രൊഫസർ റോണി, RSSും വീർ സവർക്കറും എന്തുകൊണ്ട് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും ഒരുപോലെ അസ്വസ്ഥരാക്കുന്നു? അസ്വസ്ഥമാക്കുന്നുണ്ടോ ഇല്ലെന്നുള്ളതിനെ കുറിച്ച് സത്യസന്ധമായിട്ട് എനിക്കറിയില്ല. ഏതൊക്കെയാലും
RSSനെ വിമർശിക്കുവാൻ മടി കാണിച്ചിരുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി RSSനെതിരെ അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞല്ലോ. അതിന്റെ അകത്ത് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട് എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ ഏതെക്കാളും കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിനെ കോട്ട് ചെയ്തുകൊണ്ട് ഞാൻ സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം പിണറായി വിജയൻ 1939 ഇവരൊക്കെ കൂടി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടാക്കുന്നതിന് മുമ്പ് RSSനെതിരെ കൃത്യമായി നിലപാട് എടുത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയങ്ങളോട് ചേരാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ RSS എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നത്. 1925 RSSന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അതിന്റെ ചരിത്രം പഠിക്കുകയാണെങ്കിൽ അതിന് പ്രചോദനമായത് രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, 1921 മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ച നിസ്സഹകരണ സമരം. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഐക്യത്തോടു കൂടി ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടണമെന്ന ഗാന്ധിയുടെ ആഹ്വാനം. രണ്ട്, 1924 ഡിസംബർ മാസം 26 ബൽഗാവിൽ ചേർന്ന അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ യോഗത്തിൽ AICCയുടെ 37ാമത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ഗാന്ധി അവിടെ നടത്തിയൊരു പ്രസംഗമുണ്ട്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത്, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ രാജ്യം ഒരു മതേതര രാജ്യമായിരിക്കും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കണം. ഈ രണ്ട് സംഭവങ്ങളാണ് VD സവർക്കറിന്റെ ഒരു പ്രകോപനം. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു ഏതൊക്കെയും ഇത്രയും കാലം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ചർച്ചകളിൽ RSSന്റെ ഒക്കെ ബഹുമാനപ്പെട്ട നേതാക്കൾ എടുത്ത നിലപാട് ഇതിനെ രണ്ടിനെയും രണ്ടായി ചിത്രീകരിക്കുന്ന ഒരു നിലപാടായിരുന്നു. RSSനെ ഒരു രീതിയിലും VD സവർക്കറിനെ മറ്റൊരു രീതിയിലും. ഇവര് തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നുള്ള ഒരു ഭാഷ്യമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു നരേറ്റീവായിരുന്നു ഇന്നലെയൊക്കെയുള്ള ചർച്ചകളിൽ എനിക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. എങ്കിലും ബഹുമാനപ്പെട്ട RV ബാബു RSSനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ തന്നെ VD സവർക്കറുമായി കൂടി അദ്ദേഹം കണക്ട് ചെയ്ത് അതിനകത്ത് സംസാരിക്കുകയുണ്ടായി. അല്ല, സവർക്കർ RSS നേതാവായിരുന്നില്ലല്ലോ. അല്ല, ഞാൻ അതായിരുന്നു ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഈ RSS നേതാവ്. പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ RV ബാബുവിന്റെ പ്രസന്റേഷൻ പറഞ്ഞിട്ടില്ലല്ലോ, അതിലേക്ക് വരാം. അതെ 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 അതിലോട്ട് പറഞ്ഞില്ല. അത് രണ്ട് ആസ്പെക്ട് കൂടി ചേർത്ത് പറഞ്ഞു. വിഷയത്തിലേക്ക് വരാം. അതെ, അല്ല, അങ്ങ് പരാമർശിച്ചത് കൊണ്ട് മാത്രം ഞാൻ ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. ഞാനിവിടെ പറഞ്ഞു വരുന്നത് ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാനം അനുവദിക്കേണ്ടതില്ല. സവർക്കറെ കുറിച്ച് ഞാൻ എന്താ പറഞ്ഞേ? അല്ല, ഈ RSSന്റെ പ്രത്യയശാസ്ത്രത്തിലൊക്കെ സ്വാധീനമൊക്കെ സവർക്കർക്ക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങ് സംസാരിച്ചത്. ഇതിനെ രണ്ടിനെയും കണക്ട് ചെയ്ത് തന്നെയാണ്, ഇതിനെ രണ്ടിനെയും മാറ്റി നിർത്തേണ്ടതില്ല എന്നുള്ള ഒരു പൊതു പശ്ചാത്തലത്തിലാണ് സംസാരിച്ചത്. അങ്ങ് സംസാരിച്ചിരുന്നു. അങ്ങനെ സംസാരത്തിൽ സവർക്കർ എന്ന പേരങ്ങ് പരാമർശിച്ചിരുന്നു. ഉണ്ട്. ശരി, ഞാൻ എന്റെ പ്രസന്റേഷനിലേക്ക് ഞാൻ വരാം. എന്റെ ചർച്ചയിൽ സവർക്കറുടെ പേര് ഞാൻ പറഞ്ഞു. അവിടെ നിൽക്കട്ടെ, അത് കേൾക്കുന്ന പ്രേക്ഷകര് നമുക്ക് അവിടെ നിൽക്കട്ടെ. ശരി, എനിക്കോട് പറഞ്ഞു വരാനുള്ളത്, കമ്മ്യൂണിസ്റ്റുകാരുടെ വ്യാഖ്യാനം ഞങ്ങൾക്ക് ഇതിനകത്ത് എടുക്കേണ്ടതില്ല. അവരെന്ത് പറയുന്നു അത് അവര് വഴിയെ പോട്ടെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1925 തൊട്ടുള്ള നിലപാട് ഞാനിവിടെ ആദ്യമേ ചൂണ്ടിക്കാണിച്ചതുപോലെ കോൺഗ്രസ് എങ്ങനെയാണോ ഈ രാജ്യത്തെ കണ്ടത് അതിന് ഘടകവിരുദ്ധമായി ഒരു നിലപാട് രൂപീകരിച്ചുകൊണ്ട് രൂപം കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് RSS. ഞങ്ങൾ ഇന്ന് ഗാന്ധി കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയതിന്റെ 100ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കുമ്പോൾ RSS രൂപം കൊണ്ടതിന്റെ 100ാം വാർഷികം സംഘപരിവാർ ആഘോഷിക്കുന്നു. എന്നാൽ അത് എന്ന് പറയുന്ന ഇതിനാണ് തമ്മിൽ വെൽ കണക്റ്റഡ് ആണ്. ഗാന്ധി പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ഗാന്ധി കോൺഗ്രസിന് വേണ്ടി എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളാണ് RSS രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രകോപനം ഉണ്ടായത്. ഡോക്ടർ ഹെഡ്ഗേവാൾ ഇവിടെ ബഹുമാനപ്പെട്ട RV ബാബു സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം RSS രൂപം കൊള്ളുന്നതിന് മുമ്പ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ പൂനെയിൽ ചേർന്ന സമ്മേളനത്തിലൊക്കെ അദ്ദേഹം അവിടെ വലിയ രീതിയിൽ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ 36-ൽ RSSന്റെ ക്യാമ്പ് മഹാത്മാഗാന്ധി സന്ദർശിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ അതിനോട് യോജിക്കുകയാണ്. ഞാൻ അതിന് ചരിത്ര വസ്തുതകളെ നമുക്ക് തള്ളിക്കളയാനായിട്ട് കഴിയില്ല. പക്ഷെ RSSന്റെ മുഖം എപ്പോഴാണ് മാറുന്നത്? 1938 ശേഷം ഗുരുജി ഗോൾവാൾക്കർ RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായി വന്നതിന് ശേഷമാണ് ഈ വിചാരധാരയും അല്ലെ ഇന്ത്യൻ ദേശീയതയ്ക്കുള്ള ഒരു ആമുഖം എന്ന് പറയുന്ന പുസ്തകങ്ങളൊക്കെ എഴുതി RSSനെ ഞങ്ങൾ അപകടം വിളിക്കുന്ന, അത് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, ഞാൻ എന്റെ നിലപാടിൽ നിന്ന് പറയുകയാണ്, ഞങ്ങൾ അല്ലെങ്കിൽ RSS കാണുന്ന ഒരു ദേശീയത, RSS ഡിഫൈൻ ചെയ്യുന്ന ഒരു നാഷണലിസം, ഒരു എക്സ്ക്ലൂസീവ് നാഷണലിസം, അതിന്റെ എല്ലാം അടിത്തറ എന്ന് പറയുന്നത് 1932 ശേഷമുള്ള രണ്ടാമത്തെ സർസംഘചാലകായിട്ടുള്ള ഗുരുജി ഗോൾവാൾക്കറിന്റെ കാലത്താണ് ഉണ്ടായത്. അപ്പൊ അതിനു മുൻപ് ഒരുപക്ഷെ ഈ RSS
ചിലപ്പോൾ RSS കോൺഗ്രസിൽ പ്രവർത്തിച്ചിട്ടുണ്ടാവാം. ഗാന്ധി ഒരുപക്ഷെ ഈ പറയുന്ന RSS ക്യാമ്പിൽ പിന്നെ പങ്കെടുത്തിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അവർ തമ്മിൽ സൗഹൃദമായി സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ടാവാം, ഈ ഡോക്ടർ ഹെഡ്ഗേവാളും ഗാന്ധിയും ഒക്കെ തമ്മിൽ. പക്ഷെ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഞങ്ങൾ RSSനെ പൂർണ്ണമായും അംഗീകരിച്ചു എന്നുള്ളതല്ല. 1925 തൊട്ടുള്ള നിലപാട് എന്ന് പറയുന്നത് ഇത് രണ്ട് ഘടകവിരുദ്ധമാണ്. കാരണം RSS അന്നെടുത്ത നിലപാടുകളാണ് പിന്നീട് 1947 ഇന്ത്യ പാകിസ്ഥാൻ പിന്നെ വിഭജനത്തിലേക്ക് തന്നെ നയിക്കപ്പെടുന്നത്. പക്ഷെ ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, ഇപ്പോൾ RSSന്റെ 100ാം വാർഷികം ആഘോഷിക്കുന്നു. അപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ RSS എന്ന് പറയുന്ന സംഘടനയെ അതിനെ ഇത്രമാത്രം വാഴ്ത്തിപ്പാടുവാൻ വേണ്ടി മാത്രം ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട RV ബാബു പറഞ്ഞ ഒരു കാര്യം കണ്ടെടുക്കുക. അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ചരിത്രത്തെ മാറ്റിമറിക്കുന്നതിനുള്ള ഒരു സംഘടിതമായ അജണ്ട അല്ലെ അതിനുള്ള ഒരു പ്രചരണം ഇവിടെ ബോധപൂർവ്വം അഴിച്ചുവിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക, ആരാണ് ഇങ്ങനെ സംഘടിതമായി ഒരു ബോധപൂർവമായി ഒരു ആഖ്യാനം, ഒരു നരേറ്റീവ് ഇപ്പോൾ ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ട് വരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ RSSനെ പ്രകീർത്തിക്കുമ്പോൾ എവിടെയായിരുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ RSSന് എന്ത് പങ്കുണ്ടായിരുന്നു എന്നതിനെ കൃത്യമായി അതിനകത്ത് സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടി RSS എന്ന പ്രസ്ഥാനത്തിന്റെ കോൺട്രിബ്യൂഷൻ അത് RV ബാബു കൃത്യമായിട്ട് വിശദീകരിച്ചു. ആ പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും RSSകാർ പങ്കെടുത്തിട്ടുണ്ട്. RSSകാരുടെ സംഭാവനകൾ അവിസ്മരണീയമാണ്. ഈ ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു അദ്ദേഹം ചോദിച്ചു, എന്തെങ്കിലും തെളിവുണ്ടോ RSS ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തിരുന്നതിന് തെളിവുണ്ട്? ഞാൻ കൃത്യമായി പറയാം. 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി നടന്ന മറ്റെല്ലാ സമരങ്ങളും നമുക്ക് വിസ്മരിക്കുക. പക്ഷെ ഏറ്റവും ഉജ്ജ്വലവും ഏറ്റവും ഐതിഹാസികവുമായ സമരം എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന അന്തിമ സമരം ഏതാണെന്ന് ചോദിച്ചാൽ ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ആയിരക്കണക്കിന് ആളുകൾ ധീരദേശാഭിമാനികളായി അല്ലെ രക്തസാക്ഷികളായി മാറിയ ആ ക്വിറ്റ് ഇന്ത്യ സമരം, അവിടെ RSSന്റെ നിലപാട് എന്തായിരുന്നു? ആ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്ന് കൃത്യമായി ശാഖാ ഘടകങ്ങൾക്ക് നിർദ്ദേശപ്പെട്ട പ്രസ്ഥാനമാണ് RSS. ഇത് തന്നെയല്ലേ ഇതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്ന് പറയുന്നത്. ഈ തെളിവ് എവിടെ? കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇത്രയും വലിയ ഒരു സമരം നടക്കുമ്പോൾ ആ സമരത്തിൽ പങ്കാളികളാകാതെ RSSന്റെ പ്രവർത്തകര് ആ സമരത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞ് ഉത്തരവിട്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ സ്വാതന്ത്ര്യ സമരത്തെ ഒത്തുകൊടുത്തതല്ലേ? അതുകൊണ്ട് RSSന്റെ സരസൊക്കെ ചാലകർ വോട്ടർ എനിക്കിവിടെ ശാഖകൾക്ക് RSS ശാഖകൾക്ക് നിർദ്ദേശം അല്ലാതെ എന്നോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പം പിന്നെ ഒരു RSSന്റെ ശാഖകൾ കഴിയില്ല. വളരെ വ്യക്തമായി തന്നെ സരസംഘ ചാലകന്റെ ഈ രേഖ കൊണ്ട് കാണിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ അന്ന് സരസംഘ നിർദ്ദേശമുണ്ടായിരുന്നു അല്ലെ? ഞാൻ ഒറ്റ കാര്യം അങ്ങോട്ട് ചോദിക്കട്ടെ. ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഞാൻ മറ്റൊരു സമരങ്ങൾ ഇവിടെ കൂട്ടിയിരുന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് വേണ്ടി രക്തസാക്ഷികളായി. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSS നേതാവിന്റെ പേര് നിങ്ങൾക്ക് പറയാമോ? ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തെങ്കിൽ ഈ പറയുന്ന ഏതെങ്കിലും ഒരു നേതാവ് RSSന്റെ ഏതെങ്കിലും നേതാവ് പങ്കെടുത്തോ? പറഞ്ഞില്ലേ ഞാൻ ശരി റോണി ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം, പറയൂ. ഞാൻ നേരത്തെ പറഞ്ഞു 1942 മഹാരാഷ്ട്രയിൽ രാംടെക്കിനടുത്ത് അഷ്ടിച്ചിമൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തിയ സമരം, ആ പ്രക്ഷോഭത്തിൽ RSSന്റെ നേതാവ് RK ദേശ്പാണ്ഡെ പിന്നീട് വനവാസി കല്യാണാശ്രമത്തിന്റെ സ്ഥാപക നേതാവും ഒക്കെ ആയിട്ട് മാറിയ ആളാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരം 6 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലപ്പെട്ടു. ആ സമരത്തിൽ 6 ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ അന്ന് നടന്ന കലാപത്തിൽ 1942. ഇനി ഞാൻ 1942 ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ആ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാര് സർക്കാരിന് നൽകിയിട്ടുള്ള രഹസ്യ റിപ്പോർട്ടുകളുണ്ട്. ആ രഹസ്യ റിപ്പോർട്ടുകൾ എന്താണ് എന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് അത് ഞാൻ താങ്കൾക്ക് വേണമെങ്കിൽ പറയാം. അത് അടുത്ത ചർച്ചയിൽ വേണ്ടി ഞാൻ പറയാം. ഞാൻ പറയാം. ഒന്ന് നോക്കൂ. 28/8/42 പോൾ ഇന്റലിജൻസ് സെക്ഷൻ ഫയൽ നമ്പർ 28/8/42 പേജ് 20. സർക്കാരിനെ സ്വാർത്ഥത്തിന് വേണ്ടി സഹായിക്കുന്നവരെ ആവോളം അധിക്ഷേപിച്ചുകൊണ്ട് ഗോൾവൽക്കർ സംസാരിച്ചു. 28/4/42 അദ്ദേഹം പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്: മുഴുവൻ ലോകം എതിർത്താലും നമ്മുടെ സംഘം അതിന്റെ കർത്തവ്യം നിറവേറ്റാൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി വളണ്ടിയർമാർ ദേശീയ പ്രവർത്തനത്തിന് വേണ്ടി ജീവൻ തന്നെ ത്യജിക്കാൻ സന്നദ്ധമാകണം. 3/5/42 അദ്ദേഹം മറ്റൊരു പ്രധാന പ്രസംഗം ചെയ്തു. വിദേശീയരോട് പിച്ച ചോദിച്ച് സ്വരാജ് നേടാൻ കഴിയില്ല.
അത് ശക്തിയിൽ കൂടി മാത്രമേ കഴിയൂ. നാം നമ്മുടെ ശക്തി ദുർവ്യയം ചെയ്യരുത്. അത് സംഭരിച്ചൊരുക്കി നിർത്തുക, തക്ക സമയത്ത് പ്രയോഗിക്കണം. ജപ്പാനോ ബ്രിട്ടനോ എന്തു ചെയ്യണമെന്നല്ല നമ്മുടെ പ്രശ്നം, നാം എന്തു ചെയ്യണമെന്നതാണ്. കാത്തിരുന്ന അവസരം സമാഗതമായിരിക്കുന്നു, അത് നമുക്ക് ഗുണപ്പെടുന്ന വിധം പ്രയോജനപ്പെടുത്തുക. ഇത് 1942 പോലീസ് റിപ്പോർട്ടുകളാണ്. ഇത്തരം ഒരുപാട് റിപ്പോർട്ടുകളുണ്ട്. ഈ റിപ്പോർട്ടുകൾ മുഴുവൻ RSSന്റെ ക്യാമ്പുകളിൽ, RSSന്റെ ശാഖകളിൽ RSS നേതാക്കന്മാര് ഈ ബ്രിട്ടീഷുകാർക്കെതിരായി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം എന്തൊക്കെയാണ് എന്നുള്ളതിന്റെ സീക്രട്ട് റിപ്പോർട്ടുകളാണ്. അത് നമ്മുടെ ഭാരതത്തിന്റെ ആർക്കൈവ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. റോണിക്ക് അത് പോയി പരിശോധിക്കാം. ഇതെല്ലാം 1942 RSS, ഞാനിത് 1-2 അല്ല, ഒരുപാടുണ്ട്. അതുകൊണ്ട് അത് മുഴുവൻ വായിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ്. എത്ര വേണമെങ്കിലും ഞാൻ റോണിക്ക് തരാം, അല്ലെങ്കിൽ അതുള്ള പുസ്തകത്തിന്റെ പേര് പറഞ്ഞു തരാം. ഇതെല്ലാം ചരിത്രമാണ്. അപ്പൊ അതുകൊണ്ട് 42 സമരത്തെ RSS ഒറ്റുകൊടുത്തു എന്ന് പറയുന്ന ഒരു രേഖ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധ്യമല്ല. മറ്റതൊക്കെ പ്രചരണമാണ്. സർസംഘ്യാലകൻ നിർദ്ദേശിച്ചു, അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ. എവിടെ പറഞ്ഞു? എന്താണ് അതിന്റെ രേഖ? ഒരെണ്ണം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടോ? ഇല്ല. ഇല്ലാന്ന് മാത്രമല്ല, ചൂണ്ടിക്കാണിച്ചതുപോലുള്ള രേഖകളുണ്ടോ താങ്കളുടെ കൈവശം? അല്ല, ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു ഇങ്ങനെ ചില അദ്ദേഹം നടത്തിയെന്ന് പറയപ്പെടുന്ന ചില പ്രഭാഷണങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചില പരാമർശങ്ങളോട് സൂചിക്കാണിക്കുകയല്ലാതെ ഒരു കൃത്യമായി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, പിന്തുണച്ചുകൊണ്ട് ഇവിടെ അങ്ങ് പറഞ്ഞു RSS ഇങ്ങനെയുള്ള പ്രത്യക്ഷ സമരങ്ങളിലൊന്നും പങ്കെടുക്കാറില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന അടിയന്തരാവസ്ഥയൊക്കെ ചൂണ്ടിക്കാണിച്ച്, അല്ലെങ്കിൽ ബാബറി മസ്ജിദ് പ്രക്ഷോഭമൊക്കെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞു. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കട്ടെ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ആളുകൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പേരെടുത്തുകൊണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ അതിനെ പിന്തുണയ്ക്കണമെന്നും അതിനെ സപ്പോർട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് RSS പുറപ്പെടുവിച്ചിരിക്കുന്ന ഏതെങ്കിലും രേഖയുണ്ടോ? അപ്പൊ ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകളും ഇതുപോലെ തെരുവുകളിൽ പോരാടുമ്പോൾ, ഇത്രയും ഉജ്ജ്വലമായ ഒരു പോരാട്ടം നടക്കുമ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ RSSകാർ പങ്കുചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ പറയുന്ന ഗോൾവാൾക്കറുടെ ഏതെങ്കിലും ഒരു പ്രസ്താവന അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ടോ? ഉണ്ട്. RSSകാർ പലതരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഈ പറയുന്ന പോലീസിനെ കബളിപ്പിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഈ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങ് ഇവിടെ പറഞ്ഞു ഈ EMSന്റെ പ്രൊഫസർ റോണി 1942 പോലീസ് രേഖകളാണ് അദ്ദേഹം ഇപ്പോൾ കോട്ട് ചെയ്തത്, ഉദ്ധരിച്ചത് അല്ലെ? അതിലെവിടെയെങ്കിലും ഈ ക്വിറ്റ് ഇന്ത്യ സമരം അത് ബഹിഷ്കരിക്കണം എന്ന ആഹ്വാനം ഉണ്ടോ? വളരെ സജീവമായി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളികളാകണം എന്ന രീതിയിൽ തന്നെയല്ലേ RSS എന്ന പ്രസ്ഥാനം പ്രവർത്തിച്ചത്? ആ പോലീസ് രേഖകളിൽ നിന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ അത് മനസ്സിലാക്കാലോ, ഒറ്റ വായനയിൽ അത് മനസ്സിലാക്കാലോ. അനിൽ നമ്പ്യാരെ, 1940 ശേഷമുള്ള 6/5/42 ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം. റോണി ഒരു കാര്യം കൂടി പറയാം. 6/5/42 ദാദാജി പരമാർത്ഥ് RSSന്റെ പരമോന്നത നേതാവായിരുന്നു. അദ്ദേഹം പറഞ്ഞു, നീണ്ട കാലം കാത്തുനിന്ന അവസരം കൈവന്നിരിക്കുന്നു. ഇപ്പോൾ അവർക്ക് വിമ്മിഷ്ടം, നമുക്ക് പൊന്നിഷ്ടം. അതായത് ദെയർ ഡിഫിക്കൽറ്റീസ് അവർ ഓപ്പർച്യൂണിറ്റി എന്നതായിരിക്കണം നമ്മുടെ മുദ്രാവാക്യം. നല്ല നാളേക്ക് വേണ്ടി പ്രത്യാശിക്കുക, എന്നാൽ നരക അനുഭവങ്ങൾ അനുഭവിക്കാൻ ഒരുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദാദാജി പരമാർത്ഥ് പ്രസംഗിച്ചതായിട്ട് ഈ സീക്രട്ട് ഫയലിലുണ്ട്. അപ്പോൾ ദാറ്റ് മീൻസ് RSS ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് ഒരു സമരത്തിനും ആഹ്വാനം ചെയ്യാറില്ല. ഈവൻ RSSന്റെ സർസംഘചാലകമായിരിക്കുമ്പോൾ, നിങ്ങൾ RSSനെ കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്, RSSന്റെ സർസംഘചാലകമായിരിക്കുമ്പോഴാണ് ഡോക്ടർ ഹെഡ്ഗേവാർ ഉപ്പു സത്യാഗ്രഹത്തിന് സമാന്തരമായി മഹാരാഷ്ട്രയിൽ നികുതി ലംഘിച്ചുകൊണ്ടുള്ള ജംഗിൾ സത്യാഗ്രഹം നടക്കുന്നത്. ചരിത്രം പഠിക്കണം റോണി. ആ സമയത്ത് അദ്ദേഹം സർസംഘചാലക് പദവി ഒഴിഞ്ഞു, പരാൻചുപേ എന്ന് പറയുന്ന ആളെ ഏൽപ്പിച്ചു. അപ്പോൾ സർസംഘചാലക് പദവി ഒഴിഞ്ഞിട്ടാണ് അദ്ദേഹം സമരത്തിന് പോയത്. അതിന്റെ അടിസ്ഥാനത്തിൽ 1930 RSS തുടങ്ങിയ 5 വർഷങ്ങൾക്ക് ശേഷം 1930 2 വർഷം അദ്ദേഹം തടവിന് ശിക്ഷിക്കപ്പെട്ടു. 2 വർഷം. അപ്പോൾ RSS സംഘടന എന്നുള്ള നിലയ്ക്ക്, കാരണം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി തുടങ്ങിയ പ്രസ്ഥാനമല്ല RSS, അത് വേറൊരു ലക്ഷ്യത്തിന് വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ അതിന്റെ ലക്ഷ്യത്തില് പൂർണ്ണ സ്വരാജ്. ഇപ്പൊ നോക്കൂ, 1929 പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് അംഗീകരിക്കുന്നത്. RSSന്റെ ശാഖകളില് ഡോക്ടർ ഹെഡ്ഗേവാർ സർക്കുലർ അയച്ചു, ഈ കോൺഗ്രസിന്റെ പ്രമേയത്തെ സർവാത്മന നിങ്ങൾ സ്വാഗതം ചെയ്യണം, പിന്തുണയ്ക്കണം, അതാത് സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടത്തി കോൺഗ്രസിനെ അഭിനന്ദിക്കണം. കാരണം അതുവരെ 1929 വരെ കോൺഗ്രസിന്റെ ഡിമാൻഡ് എന്തായിരുന്നു? 1919 ഹോം റൂൾ, അതിനുശേഷം ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ്,
ഇതായിരുന്നല്ലോ കോൺഗ്രസിന്റെ നിലപാട്. 1929 കോൺഗ്രസ് പൂർണ്ണ സ്വരാജ് അംഗീകരിക്കുന്നത്. അത് RSSന് വലിയ സന്തോഷം ഉണ്ടാക്കി. അതിന്റെ പേരിൽ ശാഖകളിൽ സർക്കുലർ ഉണ്ടാക്കി, അതിനെ പൂർണ്ണമായി പിന്തുണയ്ക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചരിത്രത്തെ ഒരു കണ്ണിലൂടെ മാത്രം കാണുകയും സ്വാതന്ത്ര്യ സമരം അത് ഏകദേശം ഇപ്പോൾ ഈ നെഹ്റു കുടുംബത്തിന്റെ സ്വാതന്ത്ര്യ സമരമാണ് എന്ന് നിങ്ങൾ വ്യാഖ്യാനിക്കുകയും, ഗാന്ധിജിക്ക് പോലും ഇപ്പോൾ അവിടെ സ്ഥാനമില്ല. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിയേക്കാൾ കൂടുതൽ നമ്മുടെ ഇന്ത്യയിലെ സ്ഥാപനങ്ങൾ, പദ്ധതികളുടെ പേരുകളൊക്കെ നെഹ്റു കുടുംബത്തിൻ്റെതാണല്ലോ. ഗാന്ധിയുടെ പേരിനേക്കാൾ കൂടുതലുള്ളത് നെഹ്റു കുടുംബത്തിന്റെ പേരുകളാണ്. അപ്പോൾ ഗാന്ധിജിയെ പോലും ഒഴിവാക്കിയിട്ട് നെഹ്റു കുടുംബത്തിന്റെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിച്ചു. അവിടെ നിങ്ങൾ സുഭാഷ് ചന്ദ്രബോസിനെ തള്ളി, സവർക്കറെ തള്ളി, ഡോക്ടർ അംബേദ്കറെ തള്ളി, ഇതേപോലുള്ള എല്ലാവരെയും നിങ്ങൾ തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇപ്പോൾ മദാമ കോൺഗ്രസിന്റെ സ്വാതന്ത്ര്യ സമരമാണ് ഇന്ന് സ്ഥാപിച്ചെടുക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് സ്വാതന്ത്ര്യ സമരം അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയിട്ട് നടന്നതാ. അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാവരുടെയും കോൺഗ്രസ് ആയിരുന്നു. അതിൽ ഹിന്ദു മഹാസഭക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞേ, മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭക്കാരനായിരുന്നില്ലേ? അദ്ദേഹം എന്നാൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നില്ലേ? അതേപോലുള്ള എല്ലാ സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസിനകത്ത് നിന്ന് പ്രവർത്തിച്ചില്ലേ? സോഷ്യലിസ്റ്റുകൾ എല്ലാവരുടെയും പ്രവർത്തന കേന്ദ്രം, അതായത് സ്വാതന്ത്ര്യ സമരത്തിന്റെ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയിരുന്നു. അതിൽ നിന്നുകൊണ്ടാണ് എല്ലാവരും സമരം ചെയ്തത്. അപ്പോൾ ആ സമരത്തെ നിങ്ങൾ ഞങ്ങളുടേത് മാത്രമാണ് എന്നാക്കി തീർക്കുന്ന ഏർപ്പാട് അത് ആസൂത്രിതമാണ്. അതിനെയാണ്, ആ നരേറ്റീവിനെയാണ് നരേന്ദ്രമോദി അടക്കമുള്ള ആളുകൾ പൊളിച്ച് ഇപ്പോൾ അടക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് വെപ്രാളം ഉണ്ടാവും. ഒന്നിലധികം മിനിറ്റ് തരാം. ഓക്കെ, പറഞ്ഞോളൂ. കാരണം അദ്ദേഹം കാരണം അതാണ് ഒരു പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള ഒരു ചർച്ചയാണ്. കാരണം അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു, ഞാൻ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു. ഞാൻ പ്രിയപ്പെട്ട ശ്രീ RV ബാബു പറഞ്ഞ അഭിപ്രായങ്ങൾ, ഇത് അദ്ദേഹത്തിന്റെ സംഘടന മുന്നോട്ട് വയ്ക്കുന്ന അഭിപ്രായങ്ങളാണ്. കാരണം അതിനെ ഞാൻ ആ ചർച്ചയ്ക്ക് വേണ്ടി, വാദത്തിന് വേണ്ടി കൃത്യമായി തന്നെ അംഗീകരിക്കുന്നു. ഞാൻ എന്റെ ചർച്ചയുടെ ആദ്യ ഭാഗത്ത് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു RSS രൂപം കൊണ്ടപ്പോൾ RSSന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമരം ആയിരുന്നില്ല, അല്ലെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. RSS മറ്റൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ 1929 പൂർണ്ണ സ്വരാജ് റെസൊല്യൂഷൻ കോൺഗ്രസ് അംഗീകരിക്കുന്നു. 1930 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ ദിനമായി പ്രഖ്യാപിക്കുന്നു. അപ്പോൾ RSS അന്ന് സർസംഘചാലകായിരുന്നു ഡോക്ടർ ഹെഡ്ഗേവാൾ RSS ശാഖകളിൽ ഇതിനെ പിന്തുണയ്ക്കണമെന്നൊക്കെ കൃത്യമായി തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊക്കെ ചരിത്രപരമായി വസ്തുതകളാണ്, ഫാക്ട്സ് ആണ്. അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ 1939 ശേഷം ഞാൻ പറഞ്ഞ പോലെ ഹെഡ്ഗേവാൾ RSSന്റെ സർസംഘചാല ആയതിനു ശേഷമുള്ള 10-11 വർഷം അദ്ദേഹത്തിന് പ്രവർത്തനം നോക്കിക്കഴിഞ്ഞാൽ അതിലേക്ക് വളരെ ചരിത്രപരമായിട്ടുള്ള വിശകലനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പുറത്ത് ഇങ്ങനെ ഒരു പ്രതിച്ഛായ ഉണ്ടാക്കുമ്പോൾ ഇവിടെ RV ബാബു പറഞ്ഞ പോലെയുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളപ്പോൾ തന്നെ ഉള്ളിന്റെ ഉള്ളിൽ RSSന്റെ മറ്റൊരു അജണ്ടയായിരുന്നു. ഇന്ന് അദ്ദേഹം ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ രഹസ്യരേഖകൾ കൂട്ട് ചെയ്തു. ഞാനും തിരിച്ചു പറയാം, കർത്താർ സിംഗ് എന്ന് പറയുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന കർത്താർ സിംഗിന്റെ രേഖകൾ മുഴുവൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ പെട്ടിയിൽ അടക്കി സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങ് പരിശോധിക്ക്. ഇപ്പോൾ പറയുന്നു ഗാന്ധി വധിച്ചതില് ഈ പറയുന്ന RSS പങ്കില്ല. ഈ ഗോൾവാൾക്കർ തന്നെ പ്രസംഗിച്ചിട്ടുണ്ട്. ഡൽഹിയില് അവിടെ ഒരു രഹസ്യ യോഗത്തിൽ 10,500 ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ, അതിനകത്ത് ഡൽഹിയിലെ രഹസ്യ പോലീസ് കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ പറഞ്ഞത് ഹിന്ദു മതത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി ആര് നിന്നാലും, അത് ഗാന്ധി ആണെങ്കിൽ പോലും, ആ ഗാന്ധി നിശബ്ദനാക്കുവാനുള്ള മാർഗം സംഘത്തിന് അറിയാം എന്ന് ഗോൾവാൾക്കർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 40-ന് ശേഷമുള്ള ഇവരുടെ മുഴുവൻ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമായിക്കട്ടെ. ഞാൻ പറയുന്നത് 1930 ഈ പൂർണ്ണ സ്വരാജ് പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് RSS രംഗത്ത് വന്നതുപോലെ ഒരു രംഗപ്രവേശനമോ ഒരു പിന്തുണയോ എന്തുകൊണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഇല്ലാതെ പോയി? കാരണം 1930 നടന്ന പൂർണ്ണ സ്വരാജ് സമരത്തെക്കാൾ എത്രയോ രൂക്ഷമായിട്ടുള്ള, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഏറ്റവും ആത്യന്തികമായിട്ടുള്ള അത്രയും വലിയൊരു സമരം ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടില്ല. അന്ന് കൃത്യമായി തന്നെ RSS സർസംഘചാലകർ കൃത്യമായി തന്നെ വലിയ ചർച്ചകൾ നടന്നു. RSSന്റെ ഈ പറയുന്ന മുതിർന്ന ആളുകൾ മുഴുവൻ കൂടി ചർച്ചകളുണ്ടായി. ആ ചർച്ചകളുടെ അവസാനം വന്ന് തീരുമാനം വന്നിരുന്നത് RSSന്റെ ലക്ഷ്യം എന്ന് പറയുന്ന ഇതാണ്, ഈ പറയുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് അനുകൂലമായി ഒരു മതാധിഷ്ഠിത പരിപ്രേക്ഷ്യവുമായി അതിനുവേണ്ടി മാത്രമായി മുന്നോട്ട് പോവുക. അവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു പ്രശ്നമേ അല്ല, അതൊരു വിഷയമേ അല്ല. ഈ സംഘത്തിന്റെ താല്പര്യം മാത്രം, സംഘം എന്തിനു വേണ്ടിയാണ് രൂപം കൊണ്ടത്? ഇവിടെ ബഹുമാനപ്പെട്ട RV ബാബു പറഞ്ഞ പോലെ സംഘത്തിന്റെ ലക്ഷ്യം എന്താണ്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാണ്, ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ്. അതിനുവേണ്ടി അതിൻ്റെ അകത്ത് വെള്ളം ചേർക്കേണ്ട, അതിനകത്ത് മായം കലർത്തേണ്ട, അതിനകത്ത് സ്വാതന്ത്ര്യ സമരം എന്ന സ്വരാജ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ശ്രദ്ധ മാറിപ്പോകണ്ട എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് ഈ പ്രൊഫസർ റോണി താങ്കൾ പറയുന്നു ഹിന്ദുത്വ അജണ്ട 100 വർഷമായി ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കി മാറ്റിയോ?
കാരണം 1923 VD സവർക്കർ ഹിന്ദുത്വ എന്ന് പറഞ്ഞ പുസ്തകം എഴുതുന്ന അന്ന് മുതൽ ഈ കഴിഞ്ഞ 100 വർഷമായി RSS പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ ആ അജണ്ടയ്ക്ക് വേണ്ടിയല്ലേ, അതിന്റെ ഭാഗമായിട്ടല്ലേ ഈ പറയുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന. എന്തുകൊണ്ടാണ് ഈ RSS ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കാത്തത്? RV ബാബുവിന് പറയാൻ കഴിയുമോ RSS ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്? ഈ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്ന സമയത്ത് അന്ന് ഓർഗനൈസർ ഉൾപ്പെടെയുള്ള RSSന്റെ മുഖപത്രങ്ങളിൽ ഗുരുജി ഗോൾവാൾക്കറിനെ പോലെ എഴുതിയ ആളുകൾ എഴുതിയ ലേഖനങ്ങൾ വായിക്കുക സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ഇന്ത്യയുടെ ഭരണഘടനയെ കുറിച്ചും അംഗീകരിക്കാൻ കഴിയില്ല. ഈ ഭരണഘടന അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം കൈ ഉയർത്തിയിട്ടുണ്ട്. പ്രൊഫസർ റോണി, അഡ്വക്കേറ്റ് നിബിൻ, മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ BJPയുടെ നിലപാട് എന്താണ്? നോക്കൂ, നേരത്തെ നമ്മുടെ പ്രൊഫസർ റോണിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമായത്, അതായത് UDFന്റെ ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൽ RSSഉം BJPയും CPMുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ എത്രത്തോളം ആത്മാർത്ഥതയുണ്ട് എന്നൊരു സംശയം അദ്ദേഹം രേഖപ്പെടുത്തുകയുണ്ടായി. ഈ വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ്? ശ്രീ അനിൽ നമ്പ്യാർ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ പിണറായി വിജയൻ ഇത്തരത്തിലുള്ള കുറിപ്പ് തൻ്റെ ഫേസ്ബുക്കിലൂടെ പുറത്തുവിടാനുള്ള കാരണം ഭയമാണ്. ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആരാധകരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം യുവാക്കളും. അദ്ദേഹം സ്വാതന്ത്ര്യദിനത്തിൽ നടത്തിയ പ്രഖ്യാപനങ്ങൾ കേരളത്തിലെ യുവാക്കളെ സ്വാധീനിക്കുമെന്നും അതുവഴി നരേന്ദ്രമോദിക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നും പിണറായി വിജയന് വ്യക്തമായി അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം പരാമർശങ്ങൾ അദ്ദേഹം ഫേസ്ബുക്കിലൂടെ പുറത്തുവിടുന്നതും ഈ ചർച്ച വഴിതിരിച്ചു വിടാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, നമ്മൾ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സെമി കണ്ടക്ടർ ചിപ്പ്. ഈ വർഷാവസാനം നമ്മൾ ഭാരതത്തിൻ്റെ സ്വന്തമായി സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കുമെന്നത് വളരെ വലിയൊരു പ്രഖ്യാപനമാണ്. സൗത്ത് കൊറിയയും ചൈനയും അമേരിക്കയും ആശ്രയിക്കുന്ന നമ്മൾ സ്വന്തമായി സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന സാമ്പത്തിക നേട്ടം വളരെ വലുതാണ്. അതുപോലെ 1,00,000 കോടി രൂപയുടെ പദ്ധതിയാണ് വികസിത ഭാരത റോസ്ഗാർ യോജനയുടെ ഭാഗമായി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. 15,000 രൂപ പുതിയ തൊഴിൽ ദാതാക്കളായ യുവാക്കൾക്ക് പ്രതിമാസം 15,000 രൂപയുടെ പാക്കേജാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 10ഓളം ആണവ റിയാക്ടറുകൾ ഭാരതത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുമൂലം നമ്മൾ 10 മടങ്ങ് 2047 ആകുമ്പോഴേക്കും 10 മടങ്ങ് നമ്മുടെ ആണവ ശേഷി വർദ്ധിപ്പിക്കും എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നു. MSME സെക്ടറിൽ അല്ലെങ്കിൽ ചെറുകിട വ്യവസായ സെക്ടറിൽ നികുതി ഇളവ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രഖ്യാപനം മുഖ്യമന്ത്രിക്ക് വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ സവർക്കറുടെ കാര്യത്തിലാണെങ്കിൽ മുഖ്യമന്ത്രി അങ്ങനെയാണെങ്കിൽ AKGയെ തള്ളിപ്പറയേണ്ടതായി വരും. 1957 ലോകസഭയിൽ ഒരു ബില്ല് മൂവ് ചെയ്യുകയുണ്ടായി. സവർക്കറുടെ സമര കാലഘട്ടത്തിലെ സേവനങ്ങൾ രാജ്യം അംഗീകരിക്കണമെന്ന് രാജാ മഹേന്ദ്ര പ്രതാപ് ലോകസഭയിൽ ഒരു ബില്ല് മൂവ് ചെയ്യുകയും അത് പക്ഷേ പരാജയപ്പെടുകയുണ്ടായ സാഹചര്യം ഉണ്ടായി. 48 വോട്ടുകൾക്ക് അത് പരാജയപ്പെട്ടു. ആ ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത ആളാണ് AK ഗോപാലൻ. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ AK ഗോപാലനെ തള്ളിപ്പറയണം. AK ഗോപാലൻ അന്ന് പിന്തുണച്ച തെറ്റാണെന്ന് അനുകൂലിച്ച് പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതെ 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 തീർച്ചയായും സവർക്കർ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ, സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ നൽകിയ സംഭാവനകൾ നമുക്ക് വിസ്മരിക്കാൻ കഴിയില്ല. സവർക്കർ 1905 ബാലഗംഗാധർ തിലകനുമായി സമ്പർക്കത്തിലാവുകയും ബംഗാൾ വിഭജനത്തെ തുടർന്ന് വസ്ത്രം കത്തിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തതൊക്കെ നമുക്കറിയാം. അദ്ദേഹം പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ഇംഗ്ലണ്ടിൽ നിന്ന് ബ്രിട്ടനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് സവർക്കർ. അദ്ദേഹം ശിപായി ലഹള എന്ന് വിളിക്കരുത് എന്നും ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നാണ് ശിപായി ലഹള എന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് വാർ, ഭാരതത്തിൻ്റെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരത്തെ അങ്ങനെ അഭിസംബോധന ചെയ്യണമെന്നും ലോകത്തോട് പറഞ്ഞ ആളാണ് സവർക്കർ. 1911 ജയിൽവാസം അനുഷ്ഠിച്ച് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ജയിൽവാസം അനുഷ്ഠിച്ച് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ലഘുലേഖകൾ വിതരണം ചെയ്യുകയും സ്വാതന്ത്ര്യ സമരം ജയിലിൽ തുടരുകയും ചെയ്ത ആളാണ് സവർക്കർ. സവർക്കറിൻ്റെ സംഭാവനകൾ കുറച്ചു കാണിക്കാനോ സവർക്കറെ ലഘൂകരിച്ച് കാണാനോ ഒരു ഭാരതീയനും സാധിക്കില്ല. 1956 വരെ ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ. SA ഡാങ്കയും BT രണദിവയും റഷ്യയിൽ ചെന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ച് അവിടുന്ന് മനസ്സിലാക്കി പിന്നീട് ഈ ഭാരതത്തിൽ തിരിച്ചു വന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം.
അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു പങ്കുമില്ല. കമ്മ്യൂണിസ്റ്റുകാരായിരുന്ന ആൾ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ചരിത്രം നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പ്രസ്ഥാനത്തിന് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് ഒരു പങ്കുമില്ല എന്ന വസ്തുത നമുക്കറിയാം. അതുകൊണ്ട് പിണറായി വിജയൻ്റെ ഈ പ്രസ്താവന തികച്ചും ഭയം കൊണ്ടുണ്ടായെന്നോ എന്നത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. ആർ വി ബാബു മറുപടി. ഞാൻ എൻ്റെ സംസാരത്തിൽ ഞാൻ പറഞ്ഞിരുന്നു 940 ശേഷം 940 ഡോക്ടർ ഹെഡ്ഗേവാർ മരിക്കുന്നതും 940 ഗുരു ഗോൾവൾക്കർ രണ്ടാം സർസംഘചാലകമായിട്ട് വരുന്നതും. അപ്പോൾ അത് റോണി ആ തെറ്റൊന്ന് തിരുത്തണം. 940 മുതൽ ഗുരുജി ഗോൾവൾക്കറാണ് RSSൻ്റെ സർസംഘചാലകൻ. അപ്പോൾ അതിനുശേഷം നടന്ന കാര്യങ്ങളാണ് ഞാൻ 942 നടന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എങ്ങനെ RSS പ്രവർത്തകർ പങ്കെടുത്തു എന്നതിനെ സംബന്ധിച്ച്. ഇനി ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ RSS പ്രവർത്തകർ പങ്കെടുത്തതിൻ്റെ മറ്റു ചില ഉദാഹരണങ്ങൾ കൂടി ഞാൻ പറയാം. ഇപ്പോൾ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾക്ക് ഒളിത്താവളം ഒരുക്കി കൊടുക്കുക, അവരെ സംരക്ഷിക്കുക. ഇപ്പോൾ ഡൽഹിയിലെ വളരെ പ്രശസ്തനായിട്ടുള്ള RSS നേതാവായിരുന്നു ഹൻസ്രാജ് ഗുപ്ത. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആ ഹൻസ്രാജ് ഗുപ്തയുടെ വീട്ടിലായിരുന്നു അരുണ അസഫ് അലിയും ജയപ്രകാശ് നാരായണനും ഒളിവ് കഴിഞ്ഞത്. മഹാരാഷ്ട്രയിൽ നാനാ പട്ടേൽ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞത് ഔധിലെ RSS സംഘചാലകായിരുന്ന സാത്തുലേക്കറിൻ്റെ വീട്ടിലായിരുന്നു. സാനെ ഗുരുജി, പ്രശസ്ത ഗാന്ധിയനും സോഷ്യലിസ്റ്റ് നേതാവുമായ സാനെ ഗുരുജി ഒളിവിൽ കഴിഞ്ഞത് RSS നേതാവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ ഇത്തരത്തിൽ അന്നത്തെ ഒളിപ്പോരാളികളെ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പോരാളികളെ സംരക്ഷിക്കുക എന്നുള്ളതും അവരെ ഒളിവിൽ പാർപ്പിക്കുക എന്നുള്ള ദൗത്യവും അന്നത്തെ RSS നേതാക്കന്മാർ നിർവഹിച്ചിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ ഞാൻ റോണിയെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2, റോണി ഇതൊക്കെ ശേഷമാണ്, ഇപ്പോൾ ഈ ഗുരു ഗോൾവൾക്കർ വന്നതിന് ശേഷമാണ് ഈ അപകടം മുഴുവൻ ഉണ്ടായി എന്നൊക്കെ പറയുന്നല്ലോ. റോണിക്കറിയോ, നമ്മുടെ കാശ്മീർ ലയനവുമായി ബന്ധപ്പെട്ട് നീണ്ട ചർച്ചകൾ നടന്നു. ഹരിസിംഗ് രാജാവിന് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ ഭയമായിരുന്നു. കാരണം ഇന്ത്യ അദ്ദേഹത്തെ സഹായിക്കുമോ എന്നുള്ള ഭയം അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം ഭൂരിപക്ഷം മുസ്ലിങ്ങളാണ്. താൻ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ തീരുമാനിച്ചാൽ ജമ്മു കാശ്മീരിലെ മുസ്ലിങ്ങൾ തങ്ങൾക്കെതിരായാൽ തന്നെ സഹായിക്കാൻ ഓടിയെത്തുമോ എന്ന് സംശയമുണ്ടായി. അതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഇടം തടിച്ചു നിന്നു കാശ്മീർ നമ്മുടെ ലയനക്കരാറിൽ ഒപ്പിടാനായിട്ട്. അതിൻ്റെ മീഡിയേറ്ററായിട്ട് സർദാർ വല്ലഭായ് പട്ടേൽ ആരെയാണ് അയച്ചത് എന്ന് റോണിക്കറിയാമോ ചരിത്രത്തിൽ? അദ്ദേഹത്തിൻ്റെ പേരാണ് മാധവ സദാശിവ ഗോൾവൾക്കർ അഥവാ ഗുരുജി ഗോൾവൾക്കർ. അദ്ദേഹമാണ് കാശ്മീരിൽ പോയിട്ട് ഹരിസിംഗ് രാജാവുമായിട്ട് സംസാരിക്കുന്നത്. കാശ്മീർ രാജാവുമായിട്ട് അദ്ദേഹവുമായിട്ട് സംസാരിച്ചതിന് ശേഷം അദ്ദേഹത്തെ വിശ്വാസത്തിലെടുക്കുകയും അദ്ദേഹത്തിന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും അതിനുശേഷമാണ് ഹരിസിംഗ് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാനായിട്ട് ആ കരാറിൽ ഒപ്പിടാൻ തയ്യാറായത് എന്നുള്ളത് ചരിത്രമാണ് റോണി. മാത്രമല്ല, നമ്മുടെ ഇന്ത്യ വിഭജനം നടന്ന സമയത്ത് ആ വിഭജനത്തെ തുടർന്നുണ്ടായ അഭയാർത്ഥി പ്രവാഹം നടന്ന സമയത്ത് ഗവൺമെന്റ് ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു RSSന്റെ പ്രവർത്തകര് വ്യാപകമായിട്ട് വിഭജനത്തിൽ അഭയാർത്ഥികളായി വരുന്നവരെ സംരക്ഷിക്കാനും അവർക്ക് അഭയാർത്ഥി ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കാനും അവർക്ക് താമസിക്കാനുള്ള ഇടമൊരുക്കി കൊടുക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ അന്നത്തെ ഡൽഹി ഗവൺമെന്റ് ഔദ്യോഗികമായി RSSനോട് ആവശ്യപ്പെട്ടു. ഇതെല്ലാം ചരിത്രമാണ്. അതിനുശേഷമാണല്ലോ 963 റിപ്പബ്ലിക് ദിന പരേഡും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അത് ചരിത്രം. ഞാൻ പറഞ്ഞത് RSS ഈ രാഷ്ട്രത്തിന്റെ നിർമ്മാണ പ്രക്രിയയിൽ ഏതൊക്കെ തരത്തിൽ ഇടപെട്ടു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗമാണ്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചിട്ടുണ്ടോ? ഓർഗനൈസറിൽ ലേഖനം വന്നു എന്നൊക്കെ പറഞ്ഞു. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ചർച്ച 946 തന്നെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുക, അതിന്റെ ചർച്ചകൾ നടക്കുകയും 947 നവംബറിൽ നമ്മുടെ ഔദ്യോഗികമായി 49 നവംബറിൽ ഔദ്യോഗികമായിട്ട് അതിൻ്റെ ഭരണഘടന അംഗീകരിക്കുകയും ചെയ്തു. 50 നിലവിൽ വന്നു. ഒരുപാട് ചർച്ചകൾ ഭരണഘടനാ അസംബ്ലി നിർമ്മാണ സമയത്ത് നടന്നിട്ടുണ്ട്. എതിരായിട്ടും അനുകൂലമായിട്ടും ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആ ചർച്ച നടന്ന് ഭരണഘടന 950 അംഗീകരിക്കപ്പെട്ടതിന് ശേഷം, നമ്മുടെ ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന് ശേഷം റോണി ഭരണഘടനയെ വിമർശിച്ചുകൊണ്ടൊരു ലേഖനം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? അംഗീകരിച്ചതിന് ശേഷം. അതിനു മുൻപ് ഒരുപാട് ചർച്ചകൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ. ഞാനിത് എടുത്തു പറയാൻ കാരണം 1949 നവംബർ മാസം 26 ഡോക്ടർ അംബേദ്കർ
അദ്ദേഹത്തിന്റെ ദ ലാസ്റ്റ് സ്പീച്ച് ഓഫ് അംബേദ്കർ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇന്ത്യൻ ഭരണഘടനയെ സംബന്ധിച്ച് അതിൽ തയ്യാറാക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, അതിൻ്റെ അഭിപ്രായങ്ങൾ, അതിനുവേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്ത ആളുകൾ, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഭരണഘടനയെ അംഗീകരിക്കാത്ത കൂട്ടർ രണ്ടുപേരാണ്, ഈ ഭരണഘടനയെ നഖശികാന്തം എതിർക്കുന്നവർ രണ്ടുപേരാണ്. അതിലൊന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ്, മറ്റൊന്ന് സോഷ്യലിസ്റ്റുകളാണ്. അതിന്റെ കാരണമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ചർച്ചയിൽ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അദ്ദേഹം RSS ആണെന്ന് പറഞ്ഞിട്ടേ ഇല്ല. RSS ഹിന്ദു പ്രസ്ഥാനങ്ങളെ ഒന്നിനെക്കുറിച്ചും ഡോക്ടർ അംബേദ്കർ വിമർശനം ഉന്നയിച്ചിട്ടില്ല റോണി. ഇതാണ് ചരിത്രം. എന്നാൽ ഭരണഘടന നിലവിൽ വന്ന് ഭരണഘടനാ ലംഘനം ആദ്യം നടത്തിയ ആളുടെ പേര് ജവഹർലാൽ നെഹ്റു എന്നാ. 1951 അദ്ദേഹമാണ് ഭരണഘടനയിലെ ആദ്യത്തെ അമെൻമെന്റ് കൊണ്ടുവന്നത്. എന്തായിരുന്നു അമെൻമെന്റ്? നമ്മുടെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട, ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുമായി ബന്ധപ്പെട്ട 19(1). അതെന്തിനായിരുന്നു? നെഹ്റു സർക്കാരിനെ വിമർശിച്ചതിന്റെ പേരിൽ ഓർഗനൈസറിനും അതേപോലെ ചെന്നൈയിൽ നിന്നിറങ്ങിയ ക്രോസ് റോഡ്സിനും സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. ഓർഗനൈസർ കോടതിയിൽ പോയി. കോടതി ഈ നിരോധനം തെറ്റാണ് എന്ന് പറഞ്ഞ് വിധി കൊണ്ടുവന്നു. അപ്പൊ കോടതിയുടെ നിരോധനം മറികടക്കാനാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയെ ആദ്യം അമെൻഡ് ചെയ്തത്. അത് നമ്മുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എടുത്ത് കളയാനായിരുന്നു. സർക്കാരിനെ വിമർശിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് സർ. ഇനി നിങ്ങൾ ഭരണഘടനാ നിർമ്മാതാവായിട്ടുള്ള ഡോക്ടർ അംബേദ്കറിന്റെ സ്ഥിതിയോ? നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് വിവരമുള്ളവരൊക്കെ രാജിവെച്ചു. ഡോക്ടർ അംബേദ്കർ, ശ്യാമപ്രസാദ് മുഖർജി, KM മുൻഷി ഇവരൊക്കെ രാജിവെച്ചത് നെഹ്റുവിന്റെ ഈ തെറ്റായ നയപരിപാടികളിലാണ്. ഡോക്ടർ അംബേദ്കർ രാജിവെച്ചപ്പോൾ പറയുകയും ചെയ്തു, ഈ നെഹ്റുവിന് മുസ്ലിം പ്രീണനം മാത്രമാണ് കൈമുതലായിട്ടുള്ളത്. നെഹ്റുവിന് പട്ടികജാതിക്കാരും പട്ടികവർഗക്കാരും അടങ്ങുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ നെഹ്റു പരിഗണിക്കുന്നേ ഇല്ല. ഇത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടാണ് നെഹ്റുവിന്റെ ഡോക്ടർ അംബേദ്കറിന്റെ രാജിക്കത്ത് തന്നെ. ഇതെല്ലാം ചരിത്രം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടനയെ പിന്നീട് 1975 അടിയന്തരാവസ്ഥ ഒക്കെ എടുക്കുമ്പോൾ ഭരണഘടനയെ ആരാണ് വെല്ലുവിളിച്ചിട്ടുള്ളത്? ഭരണഘടനയെ ആരാണ് ചെങ്ങലക്കിട്ടിട്ടുള്ളത്? ഭരണഘടനയെ നോക്കുകുത്തിയാക്കിയിട്ടുള്ളത് ആരാണ്? 1957 കേരള സർക്കാരിനെ പിരിച്ചുവിട്ടില്ലേ നിങ്ങൾ? ചരിത്രകാരൻ, കമ്മ്യൂണിസ്റ്റ് ചരിത്രകാരനായിട്ടുള്ള S. ഗോപാൽ പറഞ്ഞാണ് ഇന്ദിരാഗാന്ധിയുടെ സമ്മർദ്ദം കൊണ്ടാണ് നെഹ്റു ഈ 57 നമ്പൂതിരിപ്പാടിന്റെ ഗവൺമെന്റിനെ പിരിച്ചുവിട്ടുന്നത്. എന്തിന്റെ പേരിലായിരുന്നു പിരിച്ചുവിട്ടത്? അത് ജനാധിപത്യ സംവിധാനമായിരുന്നോ? അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ എല്ലാ കാലത്തും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെന്റുകളാ. അത് നെഹ്റുവിന്റെ ഗവൺമെന്റ്, ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ്, പിന്നെ എത്രയെത്ര ഈ 89 തവണയാണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ പിരിച്ചുവിട്ടത് ഇന്ത്യ മഹാരാജ്യത്ത്. 89 തവണ. അപ്പൊ നിങ്ങൾ ഭരണഘടനയെക്കുറിച്ച് ദയവായി ഇത് പറയരുത്. ഞാനിവിടെ സവർക്കറുടെ വിഷയത്തിലേക്ക് വരാം. സവർക്കർ എന്നാണ് കോൺഗ്രസിന് അനഭിമതനായത് റോണി നിങ്ങളുടെ പ്രധാനമന്ത്രി, നിങ്ങളെല്ലാവരും തള്ളിക്കളയാണ്. ഞാൻ നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പറയുന്നതിന് മുൻപ് നിങ്ങൾ മഹാത്മാഗാന്ധിയെ കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നില്ലേ? റോണി, നമ്മൾ ചരിത്രം ശരിക്ക് നമ്മൾ പഠിക്കണം, വസ്തുതകൾ മനസ്സിലാക്കിയിട്ട് വിമർശിക്കണം. ഞാൻ വിമർശിക്കുന്നതിനൊന്നും എതിരല്ല, പക്ഷെ വസ്തുതകൾ മനസ്സിലാക്കി വിമർശിക്കാൻ നമ്മൾ തയ്യാറാവണം. മഹാത്മാഗാന്ധി 1921 അദ്ദേഹം, അതിനു മുമ്പ് തന്നെ 1920 അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ റോയൽ ക്ലമൻസിയുടെ അടിസ്ഥാനത്തിൽ രാജാവ്, നമ്മുടെ ബ്രിട്ടീഷ് രാജാവ് ഒരുപാട് പേർക്ക് ആൻഡമാൻ ജയിലിൽ നിന്ന് വിടുതൽ നൽകും. അങ്ങനെ ഒരുപാട് പേരെ വിട്ടു, പക്ഷേ സവർക്കർ സഹോദരന്മാരെ വിട്ടില്ല. എന്തുകൊണ്ട് സവർക്കർ സഹോദരന്മാരെ വിടുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ട് ഗാന്ധിജി കത്തെഴുതുന്നുണ്ട്. ഇതൊരു കാര്യം, അതവിടെ നിൽക്കട്ടെ. വളരെ പുകഴ്ത്തിക്കൊണ്ടാണ് ഗാന്ധിജി ആ കത്തെഴുതുന്നത്. ഞാൻ വേറൊരു കാര്യം പറയാം. അതെന്താണെന്ന് വെച്ചാൽ ഗാന്ധിജി അദ്ദേഹം ഹോർണിമാൻ ആൻഡ് കമ്പനി എന്ന് പറഞ്ഞിട്ട് വോള്യം 23 സവർക്കറെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. വോള്യം 21 അത് പറയുന്നുണ്ട്. ഞാൻ ഒരു വാചകം വായിക്കാം, ഒരു പാരഗ്രാഫ്. The Savarkar brothers' talent should be utilized for public welfare. As it is, India is in danger of losing her 2 faithful sons. വിശ്വസ്തരായ 2 മക്കളെ ഇന്ത്യക്ക് നഷ്ടപ്പെടുകയാണ് എന്നാണ് പറയുന്നത്. Unless she wakes up in time. ഇന്ത്യ സമയത്തിന് ഉണർന്നില്ലെങ്കിൽ, നാം സമയത്തിന് ഉണർന്നില്ലെങ്കിൽ നമ്മുടെ 2 വിശ്വസ്തരായ പുത്രന്മാർ നമുക്ക് നഷ്ടപ്പെടും. ആരാണ്? സവർക്കർ ബ്രദേഴ്സ്, വിനായക സവർക്കറും ഗണേഷ് സവർക്കറും. വൺ ഓഫ് ദ ബ്രദേഴ്സ് ഐ ന്യൂ വെൽ. അതിലൊരാളെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഐ ഹാഡ് ദ പ്ലഷർ ഓഫ് മീറ്റിംഗ് ഹിം ഇൻ ലണ്ടൻ. ലണ്ടനിൽ വെച്ച് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്.
ഹീസ് ബ്രേവ്, ധീരനാണ് അദ്ദേഹം. ഹീസ് ക്ലവർ, ബുദ്ധിമാനാണ് അദ്ദേഹം. ഹീസ് എ പാട്രിയോട്ട്, രാജ്യസ്നേഹിയാണ് അദ്ദേഹം. ഇപ്പൊ കോൺഗ്രസ്സുകാർ എന്താ പറയുന്നത്? സവർക്കർ മാപ്പപേക്ഷ കൊടുത്തു. ഈ മാപ്പപേക്ഷ കൊടുത്തതിന് ശേഷം ഗാന്ധിജി പറഞ്ഞതാണ് ഹീസ് എ പാട്രിയോട്ട്. ഹി വാസ് ഫ്രാങ്ക്ലി എ റവല്യൂഷണറി, ഒരു വിപ്ലവകാരി. The evil in its hides from of the present system of government he saw much earlier than I did. ഈ ഗവൺമെന്റ്, ഈ സിസ്റ്റത്തിന്റെ അപകടം എന്നേക്കാൾ മുമ്പേ തിരിച്ചറിഞ്ഞയാൾ സവർക്കർ എന്ന് പറഞ്ഞ് എഴുതിയ ആളാണ് മഹാത്മാഗാന്ധിജി. നിങ്ങൾ ഗാന്ധിയെ തള്ളി പറയുന്നുണ്ടോ റോണി? നിങ്ങൾ ഗാന്ധിയെ തള്ളി പറയുന്നോ? നിങ്ങൾ ആരെയാണ് തള്ളി പറയുന്നത്? നിങ്ങൾ ഈ 10 വോട്ടിന് വേണ്ടി ഈ രാജ്യത്ത്, റോണി, നിങ്ങളുടെ ജവഹർലാൽ നെഹ്റു ആൻഡമാൻ ജയിൽ കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാർ സെല്ലുലാർ ജയിൽ കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഏകാന്ത തടവിന് വിധിക്കപ്പെട്ട ആ തടവ് മുറി കണ്ടിട്ടുണ്ടോ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ 2 കൈയിലും ചെങ്ങലക്കിട്ട് നിർത്തിയിട്ടുണ്ടോ ഇരുട്ടുമുറിയിൽ? കോൺഗ്രസിന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ കാളയ്ക്ക് പകരം ചക്കാട്ടാൻ, എണ്ണയാട്ടാനായിട്ടുള്ള മൃഗമായി ഒരു വ്യക്തിയെ ഉപയോഗിച്ചിട്ടുണ്ട് റോണി. ദാറ്റ് മാൻ വാസ് സവർക്കർ. നിങ്ങൾ ആ സവർക്കറിന്റെ ത്യാഗത്തെ, സവർക്കറിന്റെ വേദനയെ, സവർക്കറിന്റെ ആ പ്രവൃത്തിയെ മുഴുവൻ മാപ്പപേക്ഷ എന്ന് പറഞ്ഞു. ആരാണ് മാപ്പപേക്ഷ കൊടുക്കാത്തത് റോണി? ജവഹർലാൽ നെഹ്റു കൊടുത്തിട്ടില്ലേ മാപ്പപേക്ഷ? 1919 പഞ്ചാബിലെ ആഭ ജയിലിൽ കിടന്ന സമയത്ത് ജവഹർലാൽ നെഹ്റുവിന് വേണ്ടി ആ മാപ്പപേക്ഷ കൊടുത്തത് അദ്ദേഹത്തിന്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റുവാ. ഇനി മേലാൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, ഈ ഭാഗത്ത് കൂടി വരില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കിക്കൊണ്ടുപോയതാ. കമ്മ്യൂണിസ്റ്റ് നേതാവ് എസ് ഐ ഡാംഗെ 1924 കോൺപൂർ കലാപവുമായി ബന്ധപ്പെട്ട് എസ് ഐ ഡാംഗെയുടെ മാപ്പപേക്ഷയുണ്ട്. ഞാൻ ഇനി മേലാൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലൊന്നും ഏർപ്പെടില്ല, എനിക്ക് വിടുതൽ തരണം, എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് എസ് ഐ ഡാംഗെയുടെ മാപ്പപേക്ഷ. ആരാണ് മാപ്പപേക്ഷ കൊടുക്കാത്തത്? ആരാണ് ലോയൽ സർവന്റ് എന്ന് പറഞ്ഞ അടിയിൽ ഒപ്പിട്ട് മാപ്പപേക്ഷ കൊടുക്കാത്തത്? ആരാണ്? അല്ല, പി സി ജോഷി. കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചരിത്രമാണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് സവർക്കർ മരിച്ചപ്പോൾ പറഞ്ഞത് റിമാർക്കബിൾ സൺ, വി ലോസ്റ്റ് എ റിമാർക്കബിൾ സൺ ഓഫ് ഇന്ത്യ. ഇന്ദിരാഗാന്ധിയാണ് പറഞ്ഞത്. ആ ഇന്ദിരാഗാന്ധിയാണ് സവർക്കറുടെ ഓർമ്മയ്ക്ക്, സവർക്കറുടെ സ്മരണാർത്ഥം സ്റ്റാമ്പ് ഇറക്കിയത്. റോണി, സ്റ്റാമ്പ് ഇറക്കിയത്. നിങ്ങൾ ഈ മഹാത്മാഗാന്ധി വധത്തിൽ സവർക്കറെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. ഞാൻ അതോടൊപ്പം പറയുകയാണ്, സവർക്കർ RSSന്റെ നേതാവായിരുന്നില്ല. സവർക്കർ RSSനെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ള ആളാണ്. എന്തിന് ഹിന്ദു മഹാസഭയുടെ നേതാവായി സവർക്കർ എന്നാ വന്നത്? സവർക്കർ ജയിലിൽ കിടക്കുമ്പോഴാണ് ഹിന്ദു മഹാസഭ ഉണ്ടാവുന്നത്. 1915. സവർക്കർ 1937 ഹിന്ദു മഹാസഭയുമായിട്ട് ബന്ധപ്പെടുന്നതും ഹിന്ദു മഹാസഭയുടെ നേതാവാകുന്നതും. ഹിന്ദു മഹാസഭ വേറൊരു സംഘടനയാണ്. RSS ഹിന്ദു മഹാസഭ തുടങ്ങി 10 വർഷം ശേഷമാണ് RSS തുടങ്ങുന്നത്. അത് രണ്ട് സംഘടനയാണ്. RSSന്റെ നേതാവല്ല സവർക്കർ. RSSന്റെ ഓഫീസ് ബെയറേഴ്സിൽ ഒരു കാലത്തും സവർക്കർ ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, RSSനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ട്. ഇപ്പൊ നോക്ക്, ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. സവർക്കറിന് ഈ ഭാരതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു റോണിക്ക് അറിയാമോ? ഭാരതത്തെക്കുറിച്ച് സവർക്കർ പറഞ്ഞത് ഇത് പിതൃഭൂമിയാണെന്നാണ്. പിതൃഭൂമി. അദ്ദേഹത്തിന്റെ വിഖ്യാതമായ ഒരു ശ്ലോകമുണ്ട്, ആ സിന്ധു പര്യന്ത യസ്യ ഭാരത ഭൂമിക പിതൃഭൂ പുണ്യഭൂമിശ്ച സവൈ ഹിന്ദുരുതി സ്മൃത. ആരാണ് ഹിന്ദു എന്നുള്ള നിർവചനാണ്. ഈ ഭൂമിയെ പുണ്യഭൂമിയായിട്ട് പിതൃഭൂമിയായിട്ട് കാണുന്നയാൾ. പക്ഷെ RSSന്റെ അടിസ്ഥാന സങ്കല്പം തന്നെ ഇത് മാതൃഭൂമിയാണെന്നാണ്. മനസ്സിലായോ? അടിസ്ഥാന സങ്കല്പം തന്നെ മാതൃഭൂമിയാണെന്നാണ്. അപ്പോൾ സവർക്കറിന്റെ ആശയങ്ങളെ എല്ലാത്തിനെയും സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രസ്ഥാനമല്ല RSS. എന്നാൽ സവർക്കറിന്റെ രാജ്യസ്നേഹത്തെ, സവർക്കറിന്റെ ത്യാഗത്തെ, അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യമല്ല. അതുകൊണ്ട് RSSന് ഗാന്ധിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. പക്ഷെ ഗാന്ധി മഹാനാണ് എന്നുള്ള കാര്യത്തിൽ RSSന് തർക്കമൊന്നുമില്ല. ഡോക്ടർ അംബേദ്കറോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഡോക്ടർ അംബേദ്കർ മഹാനാണെന്ന കാര്യത്തിൽ RSSന് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. സർദാർ വല്ലഭായ് പട്ടേലിനുള്ള അഭിപ്രായ വ്യത്യാസമുണ്ട്. ഞങ്ങൾ സർദാർ വല്ലഭായ് പട്ടേലിനെ തള്ളി പറയില്ല. കാരണം അവരെല്ലാം രാജ്യത്തിന് വേണ്ടി സേവനം നടത്തിയ ആൾക്കാരാണ്. ഈ ഒരു മനോഭാവം കോൺഗ്രസിന് എന്താണ് നഷ്ടപ്പെട്ടത്? 10 വോട്ടിന് വേണ്ടിയോ? കുറെ മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ വേണ്ടിയോ? നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി സേവനം അർപ്പിച്ച ആയിരക്കണക്കിന് ആളുകളെ തമസ്കരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു ഈ കാലം വരെ?
അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തെറ്റായ വഴിയിലൂടെ പോവുക, തെറ്റായ രീതിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് തിരുത്തിയില്ലെങ്കിൽ കോൺഗ്രസിന് വലിയ അപകടം ഉണ്ടാവും, വലിയ അപകടം സംഭവിക്കും. ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ റോണി? ഒന്ന് പറയാമോ? ഡോക്ടർ അംബേദ്കർ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ പേര് പറയാമോ? അപ്പൊ നിങ്ങൾ പറയോ ഇനി നാളെ ഇന്നലെ ഇപ്പോ സവർക്കർ ആണെന്നുണ്ടെങ്കിൽ നാളെ അംബേദ്കർ പങ്കെടുത്തിട്ടില്ലെന്ന് പറയോ സ്വാതന്ത്ര്യ സമരത്തിൽ? ഡോക്ടർ അംബേദ്കർ കിറ്റിന്റെ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. ഡോക്ടർ അംബേദ്കർ നിസ്സഹകരണ സമരത്തിൽ പങ്കെടുത്തിട്ടില്ല. കോൺഗ്രസ് ആഹ്വാനം ചെയ്ത സമരങ്ങളിൽ ഒന്നും അംബേദ്കർ പങ്കെടുത്തിട്ടില്ല. അപ്പോൾ ഡോക്ടർ അംബേദ്കർ സ്വാതന്ത്ര്യ സമര സേനാനി അല്ല എന്ന് നിങ്ങൾ പറയോ? സ്വാതന്ത്ര്യ സമരം ജയിലിൽ പോകൽ മാത്രമല്ല സർ, ജയിലിൽ പോയി കിടക്കൽ മാത്രമായിരുന്നില്ല സ്വാതന്ത്ര്യ സമരം. സ്വാതന്ത്ര്യ സമരത്തിന് വ്യത്യസ്ത ധാരകളുണ്ടായി. മദ്യവർജനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഐത്തോച്ചാടനം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ചർക്കയിൽ നൂൽക്ക് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. ഇതെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യം സ്വീകരിച്ച മാർഗങ്ങളാണ്. അതിൽ പങ്കെടുത്തവരാരും ജയിലിൽ പോയവരാവണമെന്നില്ല, ആയിട്ടില്ല. ജയിലിൽ പോയിട്ടുണ്ടോ എല്ലാവരും? ഇല്ല. അപ്പൊ ജയിലിൽ പോയവരുടെ ചരിത്രം നോക്കിയിട്ടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ അളവെടുക്കുന്നത്, അതിന്റെ ആ മാന്യത നിശ്ചയിക്കുന്നത് എന്ന് പറയുന്നത് എത്ര തെറ്റായ കാഴ്ചപ്പാടാണ്. പല രീതിയിൽ പല വിധത്തിൽ രാജ്യത്തിന് സേവനം അർപ്പിച്ച മഹാന്മാരെ നിങ്ങൾ തള്ളിപ്പറയുന്നു. മഹാപാതകം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ദിവസം തോറും. അതുകൊണ്ട് CPM-ന്റെ നിലപാടിനോടൊപ്പം നിന്നുകൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം അത് അവസാനിപ്പിക്കുന്നതാണ് കോൺഗ്രസിന് നല്ലത്. പ്രൊഫസർ റോണി, RV ബാബുവിൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി താങ്കൾ പറയൂ, RSSും സവർക്കറും എങ്ങനെയാണ് കോൺഗ്രസിന് അനഭിമതമാകുന്നത്? എനിക്ക് ബഹുമാനപ്പെട്ട RV ബാബു പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്ക് അതിന് എല്ലാം മറുപടി പറയേണ്ടതുണ്ട്. അദ്ദേഹം ആദ്യം ഉന്നയിച്ച വിഷയം 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം RSS അതിനെ എതിർത്തിട്ടുണ്ടോ എന്നതാണ് അദ്ദേഹം ആദ്യം ഉയർത്തിയ വിഷയം. നമുക്കറിയാം, ഇവിടെ ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടായപ്പോൾ പാർലമെന്റ് ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കാനായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അന്ന് എന്തായിരുന്നു RSS ഇരുന്ന നിലപാട്? അന്ന് RSS പറഞ്ഞത് ഹിന്ദുക്കളുടെ മേൽ വന്നു വീഴാൻ പോകുന്ന ആറ്റം ബോംബാണ് ഈ ഹിന്ദു കോഡ് ബില്ലും ഈ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന യൂണിഫോം സിവിൽ കോഡ് എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പുകളും. അതുകൊണ്ട് ഈ ഭരണഘടന നമുക്ക് വേണ്ട, നമുക്ക് വേണ്ടത് മനുസ്മൃതിയായിരിക്കണം ഇന്ത്യയുടെ ഭരണഘടന എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ഹിന്ദു കോഡ് ബില്ലിനെതിരെ അതിശക്തമായി പാർലമെന്റ് വളയിൽ ഉൾപ്പെടെ വലിയ സമരങ്ങൾ നടത്തുവാൻ നേതൃത്വം നൽകിയ, ഒരുപക്ഷെ RV ബാബു പറയുമായിരിക്കും RSS നേരിട്ട് അതിന്റെ ഇടപെട്ടിട്ടില്ല എന്ന് പറയുമായിരിക്കും, പക്ഷെ അതിന്റെ അകത്ത് RSSന് ആ സമരത്തിൽ പിന്തുണ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പറയുന്നത് നെഹ്റുവുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം മൂലമാണ് അത്ര ഡോക്ടർ BR അംബേദ്കർ രാജിവെച്ചു പോയത്. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ആദ്യത്തെ നിയമകാര്യമന്ത്രിയായിരുന്ന അംബേദ്കർ രാജിവെച്ചു പോയത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കാരണം പാർലമെന്റിൽ ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചു, പരാജയപ്പെട്ടു. അതുകൊണ്ട് നിയമമന്ത്രിയായിരുന്ന അംബേദ്കർ രാജിവെച്ചു പോയി. അതുമായി എന്താണ് ഈ പറയുന്ന നെഹ്റുവിനുള്ള ബന്ധം? അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചത് അതുകൊണ്ടാണല്ലോ ഒന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 51-52 ഒന്നാമത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നെഹ്റു കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോയിൽ, കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനം, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കുമെന്നായിരുന്നു. ഈ രാജ്യത്ത് മുഴുവൻ ഓടി നടന്ന് നെഹ്റു പ്രചരണം നടത്തിയത് ഈ ഹിന്ദു കോഡ് ബില്ലിന് വേണ്ടിയാണ്. പിന്നീട് ബഹുമാനപ്പെട്ട ശ്രീ RV ബാബു പറഞ്ഞു, നെഹ്റു വന്നതിന് ശേഷമാണ് ഭരണഘടനയുടെ ഫസ്റ്റ് അമെന്റ്മെന്റിലൂടെ റൈറ്റ് ടു എക്സ്പ്രഷനിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആർട്ടിക്കിൾ 19 ഉറപ്പു നൽകുന്ന ഭരണഘടനയുടെ സ്വാതന്ത്ര്യത്തിലുള്ള അവകാശത്തിൽ അമെന്റ്മെന്റ് കൊണ്ടുവന്നു. എന്ത് അമെന്റ്മെന്റ് ആണ് അദ്ദേഹം അവിടെ കൂട്ടിച്ചേർത്തത്? കാരണം എന്താ? ഓൺ പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻസ് വിത്ത് അതർ കൺട്രീസ്. അതിനെ ബാധിക്കാൻ പാടില്ല. കാരണം എന്താ? RSS നിരന്തരം ഈ ഇന്ത്യയും പാകിസ്ഥാനും എന്ന രണ്ട് രാജ്യങ്ങൾ രൂപം കൊണ്ടു, ഗാന്ധി വധിക്കപ്പെട്ടു. അതിനുശേഷവും RSS നടത്തിയ പ്രചരണം മുഴുവൻ പാകിസ്ഥാൻ വിരുദ്ധമായി. കാരണം ഞാൻ പാകിസ്ഥാനെ ന്യായീകരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. രണ്ട് രാജ്യങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞതിന് ശേഷവും അതിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട്, പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇവിടെ വലിയ രീതിയിലുള്ള സാമുദായിക ധ്രുവീകരണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള വലിയ ഹെയ്റ്റ് ആയിട്ടുള്ള ക്യാമ്പയിൻ നടത്തിയപ്പോൾ വളരെ കൃത്യമായി എന്താ ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ കൺട്രീസ് എന്ന് ഉള്ള ഒരു അമെന്റ്മെന്റ് കൊണ്ടുവന്നു. അതിനകത്ത് എന്താണ് തെറ്റിരിക്കുന്നത്? കാരണം ഇന്ത്യൻ ഭരണഘടനയിലെ എല്ലാ ഫണ്ടമെന്റൽ റൈറ്റ്സും എല്ലാ മൗലിക അവകാശങ്ങളും അത് അബ്സല്യൂട്ട് അല്ല, അതിനെല്ലാം റീസണബിൾ ആയിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. അങ്ങനെ ഒരു അമെന്റ്മെന്റ് ആണ് അവിടെ നെഹ്റു കൊണ്ടുവന്നത്. അത് ആ സമയത്ത് ആവശ്യമായിരുന്നു. പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ അതർ കൺട്രീസ്. ഇത് ബഹുമാനപ്പെട്ട RV ബാബു രണ്ടാമത് പറഞ്ഞ വാദം എന്ന് പറയുന്നത് ഹരിസിംഗുമായി ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ പട്ടേൽ ഗോൾവാൾക്കറിനെ ഹരിസിംഗുമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മീഡിയേറ്റർ ആയിട്ട് അയച്ചു എന്നുള്ള. പക്ഷെ നമ്മൾ ഒരിക്കലും ചരിത്രത്തെ വിസ്മരിക്കരുത്. ഇവിടെ എന്തായിരുന്നു RSS നിലപാട്? ജമ്മു ഇന്ത്യയോടൊപ്പം നിൽക്കട്ടെ, കാശ്മീർ പോയിക്കോട്ടെ. ഈ ജമ്മുവിൽ അന്ന് നടന്ന കലാപങ്ങളിൽ
RSSന് പങ്കില്ല എന്ന് ഇവിടെ ബഹുമാനപ്പെട്ട RV ബാബുവിന് പറയാനായിട്ട് കഴിയുമോ? വളരെ കൃത്യമായി തന്നെ അന്ന് നമുക്കറിയാം ജമ്മു ആൻഡ് കാശ്മീരിൽ വലിയ കാശ്മീർ വാലിയിലും ജമ്മുവിലും കലാപം ഉണ്ടായി. ആ ജമ്മുവിൽ ആ കലാപത്തിന് മുഴുവൻ ജമ്മുവിൽ ആ കലാപം ഇളക്കിവിട്ട് ആ കലാപത്തിന് മുഴുവൻ നേതൃത്വം നൽകി നിന്നത് എന്ന് പറയുന്നത് RSS എന്ന് പറയുന്ന സംഘടനയാണ്. നമ്മളതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല. അങ്ങനെയാണ് ഈ ജമ്മുവിൽ നിന്നും കാശ്മീരിലേക്ക് വലിയ പലായനം ഉണ്ടായി, കാശ്മീരിൽ നിന്നും ജമ്മുവിലേക്ക് വലിയ പലായനം ഉണ്ടായി. അവിടെ ഈ പറയുന്ന കാശ്മീർ വാലിയിൽ മറ്റു സംഘടനകളായിരുന്നെങ്കിൽ ജമ്മുവില് ഈ പറയുന്ന വർഗീയ ധ്രുവീകരണത്തിന് നേതൃത്വം നൽകിയത് ഈ പറയുന്ന RSS എന്ന് പറയുന്ന സംഘടനയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, ഇന്ത്യയിലേക്ക് അഭയാർത്ഥികൾ പിന്നെ ഒഴുകിയെത്തിയപ്പോൾ അവർക്ക് വേണ്ടി ഈ പറയുന്ന വലിയ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇന്ത്യ ഗവൺമെന്റ് തന്നെ RSSനെ അംഗീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. ഞാൻ തിരിച്ചദ്ദേഹത്തോട് ചോദ്യം ചോദിക്കട്ടെ, എന്തിന്റെ പേരിലാണ് RSSനെ അത് സർദാർ വല്ലഭായ് പട്ടേൽ നിരോധിക്കുന്നത്? അദ്ദേഹം സർദാർ വല്ലഭായ് പട്ടേൽ RSSനെ നിരോധിക്കുന്ന രണ്ട് കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഗാന്ധി മതത്തില് RSSന് നേരെ ഉണ്ടായ ആരോപണങ്ങൾ, രണ്ട് ഇന്ത്യയിൽ ഉത്തരേന്ത്യയില് വളരെ വ്യാപകമായി ഇതുപോലെയുള്ള സാമുദായിക സംഘർഷങ്ങൾ. നമുക്കൊരിക്കലും ഈ 20 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെട്ട ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ഭാഗമായി നടന്ന ആ വർഗീയ കലാപങ്ങളെ അതിന് നമുക്ക് ഏകപക്ഷീയമായി ഒരു വംശഹത്യ എന്ന് പറയാനായിട്ട് കഴിയില്ല. അദ്ദേഹം നടന്നൊരു കലാപമായിരുന്നു. ഇരുവശത്തും വലിയ ആൾനാശമുണ്ടായി, ഇരുവശത്തും അതിനുവേണ്ടി ആസൂത്രണങ്ങളുണ്ടായി, ഇരുവശത്തും അതിന് നേതൃത്വം നൽകിയ ആളുകളുണ്ട്. അതിന് ഒരു വശത്ത് നേതൃത്വം നൽകിയ സംഘടന RSS ആണ്. ആ യാഥാർത്ഥ്യത്തെ നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല. അതിനെല്ലാം കൃത്യമായിട്ടുള്ള രേഖകൾ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കയ്യിലുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താർ സിംഗ് എന്ന് പറയുന്ന അന്നത്തെ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൃത്യമായ പ്രൈമറി എവിഡൻസിന് അടിസ്ഥാനത്തിൽ തന്നെയാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഈ രണ്ട് കാര്യങ്ങളിലാണ് RSSനെ നിരോധിക്കുന്നത്. ഇനി വീണ്ടും വന്നു കഴിഞ്ഞാൽ അദ്ദേഹം മൂന്നാമത് അടുത്തായിട്ട് പറഞ്ഞത് ഈ സവർക്കറിന്റെ ആദ്യകാല ചരിത്രത്തിൽ ഞങ്ങൾക്ക് ആർക്കും നിഷേധിക്കുന്നില്ല. ഈ പറയുന്ന അഭിനവ് ഭാരത് എന്ന് പറയുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ ഒക്കെ ഭാഗമായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത് തന്നെ അവിടെ മഹാരാഷ്ട്രയിലെ ഒരു ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥനെ വെടിവെച്ച് കൊല്ലുവാൻ വേണ്ടി ഉപയോഗിച്ച തോക്ക് അദ്ദേഹം ഇംഗ്ലണ്ടിൽ നിന്നും കൊണ്ടുവന്നതാണ് എന്ന കുറ്റം ചുമത്തിക്കൊണ്ടാണ് സവർക്കറെ അറസ്റ്റ് ചെയ്യുന്നത്. പിന്നീട് RV ബാബു പറഞ്ഞു, ഈ പറഞ്ഞ സെല്ലുറാർ ജയിലില് അല്ലെ ആൻഡമാൻ ദ്വീപില് ഈ സവർക്കർ തന്നെ അങ്ങോട്ട് ആവശ്യപ്പെട്ടു, എനിക്ക് ഒരുപാട് എഴുതുവാനുണ്ട്, ഒരുപാട് വായിക്കുവാനുണ്ട്, എനിക്ക് ആ സൗകര്യം ചെയ്തു തരണം, എനിക്ക് ദൂര സ്ഥലത്തുള്ള ഏതെങ്കിലും ജയിലിലേക്ക് എന്നെ അയക്കണമെന്ന് അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ആൻഡമാൻ ജയിലിലേക്ക് അയക്കപ്പെട്ടത്. RV ബാബു ചോദിക്കുന്നു, കോൺഗ്രസ്സുകാർ ആരെങ്കിലും സെല്ലുറാർ ജയിലിൽ പിന്നെ കടന്നിട്ടുണ്ടോ? ഇങ്ങനെ ചരിത്രം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നാളെ പറയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ സമരത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്ന് അദ്ദേഹം പറയും. അദ്ദേഹം പറഞ്ഞു ഒരുപാട് പിന്നെ ധാരകൾ ചേർന്നാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടായത്. ശരിയാണ്, ആ ധാരകളുടെ നേതൃത്വം നിന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഐത്തോച്ചാടനത്തിനുള്ള പ്രമേയം അംഗീകരിച്ചത് 1923 കാക്കിനാടയിൽ ചേർന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനമാണ് ഐത്തോച്ചാടനം എന്ന മുദ്രാവാക്യമായി മുന്നോട്ട് വന്നത്. അതിന്റെ ഭാഗമായിട്ടുള്ള വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്, അതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും അല്ലെങ്കിൽ ഇതുപോലെ ഈ ഐത്തോച്ചാടനം എന്നൊരു പ്രമേയം RSS എവിടെയും അംഗീകരിച്ചിട്ടുണ്ടോ? ഈ മദ്യവർജനമായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന സ്വരാജ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഐത്തോച്ചാടനമായിക്കോട്ടെ, ഇതിന്റെ അകത്ത് എല്ലാം നിന്നത് ഞങ്ങൾക്കെല്ലാം കൃത്യമായി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സമ്മേളനങ്ങൾ പാസ്സാക്കിയ റെസൊല്യൂഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് RSSന്റെ ഒറ്റ റെസൊല്യൂഷൻ കാണിക്കാമോ? ഐത്തോച്ചാടനത്തെ ഞങ്ങളുടെ പിന്നെ മുഖമുദ്രയായി ഞങ്ങളുടെ ലക്ഷ്യമായി അംഗീകരിച്ചുകൊണ്ട് ഞാൻ ഒരു കാര്യം കൃത്യം പറയട്ടെ. ഇവിടെ ഇപ്പോൾ നമ്മൾ സവർക്കറിന്റെ കാരണം എന്താ മാപ്പപേക്ഷ കൈപ്പെടുന്നു. ശരിയാണ്, ഒരുപാട് നേതാക്കൾ മാപ്പപേക്ഷ എഴുതിയിട്ടുണ്ട്. പക്ഷെ മാപ്പപേക്ഷയിൽ എന്നെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചാൽ ഞാനും എന്റെ അനുയായികളും ഞാനും എന്റെ പ്രസ്ഥാനവും എല്ലാ കാലവും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ വിശ്വസ്ത വിധേയനായിരിക്കുമെന്ന് എഴുതി കൊടുത്ത് മാപ്പപേക്ഷ എഴുതിയ മറ്റൊരു മാപ്പപേക്ഷ കാണാൻ കഴിയില്ല. മാപ്പപേക്ഷ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ എന്നെ വെറുതെ വിട്ടാൽ അതെന്താ? ഈ 1923 ശേഷം ജയിലിൽ നിന്നും ഇറങ്ങിയ VD സവർക്കർ വീട്ടുതടങ്കലായിരുന്നു, അതിനുശേഷം പുറത്തിറങ്ങിയ VD സവർക്കർ അതിനുശേഷം എവിടെയെങ്കിലും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ലേഖനം എഴുതിയിട്ടുണ്ടോ? അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടോ? ഇവിടെ പറയുന്നു ഗാന്ധി വധവുമായി ബന്ധപ്പെട്ട് ഇനി നമ്മുടെയൊക്കെ വാദങ്ങൾ മാറ്റിവെക്ക്. നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരനായ ഗോപാൽ ഗോഡ്സെ അദ്ദേഹം വലിയ പുസ്തകമുണ്ട്, വൈ വി കിൽഡ് മഹാത്മാഗാന്ധി. ഇതിനകത്ത് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ RSSകാരാണ്, ഞങ്ങൾ 3 സഹോദരന്മാരും ഞങ്ങൾ പൂനെയിലെ RSS പ്രവർത്തകരാണ്. പക്ഷേ ഗാന്ധി മതത്തിൽ RSSന് മേൽ കരിവാരി തേക്കുവാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ട് RSSന്റെ പ്രതിച്ഛായയെ മോശമാക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഹിന്ദു മഹാസഭയിൽ ചേർന്ന് പ്രവർത്തിച്ചത്. 1989 LK അദ്വാനിയുടെ പ്രസ്ഥാനം വന്നു. RSSന് ഗാന്ധി മതത്തിൽ പങ്കില്ല. 1991 ഗോപാൽ ഗോഡ്സെ ബോംബെയിൽ പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞു RSS ഞങ്ങളെല്ലാം RSSകാരായിരുന്നു എന്ന്. വളരെ കൃത്യമായി തന്നെ മറ്റൊരു തെളിവുകളൊക്കെ മാറ്റിവെക്ക്. ഈ ഗാന്ധി ഗൂഢാലോചന കേസിൽ പങ്കുണ്ടായിരുന്ന നാഥുറാം ഗോഡ്സെയുടെ സഹോദരൻ തന്നെ പുസ്തകം എഴുതിയിട്ടുണ്ട്, പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞങ്ങള്
അകല് ഹിന്ദു മഹാസഭക്കാരും കത്തിലും നിങ്ങൾ RSSകാരുമാണ് എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്തൊന്നും RSS പങ്കില്ല എന്ന് നമ്മൾ കൈകഴുകിയൊന്നും പിന്നെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഇത് VD സവർക്കർ ഞാൻ പറഞ്ഞല്ലോ, ചരിത്രമായിട്ട് തന്നെ ഞാൻ അംഗീകരിക്കുന്നു. ഗാന്ധി VD സവർക്കറെ കുറിച്ച് പറഞ്ഞ വാക്യങ്ങളെല്ലാം ഞാൻ അംഗീകരിക്കുന്ന ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ അതിനൊരു കാലമുണ്ട്. 1920 മുമ്പ് VD സവർക്കർ ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞ അഭിനവഭാരത സംഘടനയിലൊക്കെ അദ്ദേഹം വലിയ വിപ്ലവകാരിയെ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം മാപ്പപേക്ഷ നൽകി പുറത്തു വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ പ്രവർത്തനം മുഴുവൻ എന്ന് പറയുന്നത് RSSന്റെ രൂപീകരണം പോലും ഇനി നമ്മൾ പറയും RSS അതിന്റെ വഴിയാണ്, ഹിന്ദു മഹാസഭ അതിന്റെ വഴിയാണ്. RSS രൂപീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ചിന്ത നൽകിയതാണ് ഈ VD സവർക്കറിന്റെ ഹിന്ദുത്വ എന്ന പുസ്തകമാണ് 1923. ആ പുസ്തകത്തിന്റെ അടിസ്ഥാനമാക്കിയാണ് PS മൂഞ്ചിയൊക്കെ 1925 RSS രൂപീകരിക്കുന്നത്. RSSന്റെ രൂപീകരണത്തിന്റെ പ്രത്യയശാസ്ത്ര അടിത്തറ എന്ന് പറയുന്നത് VD സവർക്കറാണ്. അതുകൊണ്ട് നമുക്ക് VD സവർക്കറെയും RSSനെയും രണ്ടാം പറഞ്ഞ് മാറ്റി നിർത്താനായിട്ട് പിന്നെ നമുക്ക് കഴിയില്ല. ചരിത്ര വസ്തുതകൾ നിൽക്കും, നമുക്കതിനെ തുടച്ചു നിൽക്കാനായിട്ട് കഴിയില്ല. അഡ്വക്കേറ്റ് നിബിൻ, 2 മിനിറ്റ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. നേരത്തെ RV ബാബു പറഞ്ഞതുപോലെ 10 വോട്ട് കിട്ടാനുള്ള അധര വ്യായാമം എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയൻ്റെയും അതുപോലെ പ്രൊഫസർ റോണി പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസിൻ്റെയും ഇടപെടലുകളിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്രൊഫസർ റോണി തുടർച്ചയായി സവർക്കറുടെ സംഭാവന കുറച്ചു കാണിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മപിതാമഹനായ മഹാനായ അടൽജി എഴുതിയ സവർക്കറെക്കുറിച്ച് എഴുതിയ വാക്കുകൾ മാത്രമേ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളൂ. സവർക്കർ മാനെ തബ്, സവർക്കർ മാനെ ത്യാഗ്, സവർക്കർ മാനെ തേജ്, സവർക്കർ മാനെ വിചാർ. സവർക്കർ മീൻസ് ഐഡിയ, സവർക്കർ മീൻസ് സാക്രിഫൈസ്, സവർക്കർ മീൻസ് ടെനാസിറ്റി, സവർക്കർ മീൻസ് റേഡിയൻറ്റ്. ഇത് മാത്രമാണ് റോണിയോട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഗാന്ധിയും കോൺഗ്രസും ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസിൽ പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞ രേഖകൾ ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരിയായ വേദിക കാന്ത് എഴുതിയിട്ടുണ്ട്. ഇന്ത്യ ഇൻ ദ ഇയർ ഓഫ് വേൾഡ് വാർ 1. ആ പുസ്തകത്തിൽ കൃത്യമായി പരാമർശിച്ചിട്ടുണ്ട് ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം ഇന്ത്യക്കാരോട് ബ്രിട്ടീഷ് പട്ടാളത്തോടൊപ്പം വേൾഡ് വാർ 1 പങ്കെടുക്കാൻ വേണ്ടി പറഞ്ഞത്. അതൊന്നും മറന്ന് സവർക്കറിനെ മാത്രം കുറ്റപ്പെടുത്തി മുന്നോട്ട് പോകാമെന്ന് അദ്ദേഹം കരുതണ്ട. ഒന്നുകൂടെ സൂചിപ്പിച്ചോട്ടെ, അദ്ദേഹം നേരത്തെ മറുപടിയിൽ പറയുന്നത് കേട്ടു. ഗോപാൽ ഗോഡ്സെയുടെ പുസ്തകത്തിൽ വൈ ഐ ഹാഡ് കിൽഡ് ഗാന്ധി എന്ന പുസ്തകത്തിൽ ഞങ്ങൾ RSS ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. RSS ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അതിലെ ഒരു അക്ഷരം മാത്രമേ അദ്ദേഹം മാറ്റിയിട്ടുള്ളൂ, RSS ആണ് എന്ന്. RSS ആയിരുന്നു എന്നാണ് പറഞ്ഞത്. RSS ആയിരുന്നു. പിന്നീട് ഞങ്ങൾ ഹിന്ദു മഹാസഭയിലേക്ക് പോയി. അതിനുശേഷമാണ് ഹിന്ദു മഹാസഭ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ പരിവാറല്ല. അങ്ങ് രണ്ടും കൂടെ യോജിപ്പിക്കാൻ ശ്രമിക്കണ്ട. കേരള കോൺഗ്രസും കാമരാജ് കോൺഗ്രസും ഒന്നല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഒരേ ആശയത്തിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകളാണ്. ആ വിചാരധാരകൾ തമ്മിൽ തന്നെ വ്യത്യാസമുണ്ട്. ഇവിടെ RV ബാബുചേട്ടൻ പറഞ്ഞ പോലെ മാതൃസങ്കല്പമായിട്ടാണ് RSS ഭാരതത്തെ കാണുന്നത്, പിതൃസങ്കല്പമായിട്ടാണ് സവർക്കർ ഭാരതത്തെ കാണുന്നത്. സങ്കല്പത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. പിന്നെ നിങ്ങളുടെ ശാസ്ത്രി തന്നെയാണ് സവർക്കറിന് പെൻഷൻ പ്രഖ്യാപിച്ചത്. അതും അങ്ങ് വിസ്മരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ ശ്രീ RV ബാബു, ഒരു മിനിറ്റ്. അല്ല, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. കാരണം അസത്യം പറയാനായിട്ട് പ്രത്യേകിച്ച് രേഖകളുടെ ആവശ്യമൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞ അസത്യത്തിൽ എനിക്ക് ഏറ്റവും എന്നെ ഞെട്ടിപ്പിച്ച കാര്യം ഈ കാശ്മീർ വേണമെങ്കിൽ പൊക്കോട്ടെ, ജമ്മുവിനെ ചേർത്താൽ മതി എന്ന് RSS പറഞ്ഞു എന്നാണ്. അത് എവിടെ പറഞ്ഞു എന്നൊന്നും അദ്ദേഹത്തിന് പറയാനുള്ളൊരു രേഖയൊന്നും വേണ്ട. പക്ഷെ അസത്യമാണല്ലോ പറയുക. അതിന് പ്രത്യേകിച്ച് ഒരു രേഖയുടെ ആവശ്യമില്ല. അതേപോലെ അദ്ദേഹം ഭരണഘടനയുടെ അമെൻമെൻറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോഴും പറഞ്ഞു, തെറ്റാണ്. അദ്ദേഹം പാകിസ്ഥാനെ വിമർശിച്ചതിൻ്റെ പേരിലല്ല, നെഹ്റു സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ലേഖനങ്ങൾ എഴുതിയതിൻ്റെ പേരിലാണ്. കാരണം അഭയാർത്ഥി പ്രവാഹം അവരെ വേണ്ട രീതിയിൽ പ്രദർശിപ്പിക്കുന്നില്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് നിരന്തരം അതിന്റെ പേരിലാണ് ഇടതുപക്ഷ പത്രം ക്രോസ് റോഡ്സിനെ നിരോധിച്ചത്. ഇടതുപക്ഷ പത്രം RSSനെ മാത്രമല്ല, RSSന്റെ പത്രത്തെ മാത്രമല്ല. അപ്പോ ഞാൻ പറഞ്ഞത് അസത്യം പറയാൻ പ്രത്യേകിച്ച് നമുക്ക് തെളിവുകളുടെ ആവശ്യം വേണ്ട, രേഖകളുടെ ആവശ്യം വേണ്ട. അതുകൊണ്ട് റോണിയെ പോലുള്ളവർ അദ്ദേഹം വഹിക്കുന്ന പദവിയുണ്ട്. അദ്ദേഹം ഒരു അധ്യാപകനാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ പരമാവധി അത് ചരിത്ര രേഖകളെ ഉദ്ധരിച്ചുകൊണ്ടും അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടും സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ പ്രൊഫഷനോട് ചെയ്യുന്ന ഒരു മാന്യതയായിരിക്കുമെന്ന് മാത്രം അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി. വളരെയധികം നന്ദി ശ്രീ RV ബാബു. പ്രൊഫസർ
റോണി കെ ബേബി, അഡ്വക്കേറ്റ് നിവിൻ ഈ ചർച്ച സജീവമാക്കിയതിന്. ജനം ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്തേ.